സന്തതമുയരട്ടെ. സ്തുതികളിലുയരട്ടെ. ഭൂതല സീമകളിൽ സന്തതമുയരട്ടെ. സ്തുതികളിലുയരട്ടെ. ഭൂതല സീമകളിൽ കരുണയും സ്നേഹവും നിറഞ്ഞവനാ കർത്താവിന് സ്തുതി പാടുമ്പോൾ. കരുണയും സ്നേഹവും നിറഞ്ഞവനാ കർത്താവിന് സ്തുതി പാടുമ്പോൾ. തിരുനാമത്തിൽ നിമ്പസ്വരം സ്തുതികളിൽ മധുരം പകരുന്നു. തിരുനാമത്തിൽ നിമ്പസ്വരം സ്തുതികളിൽ മധുരം പകരുന്നു. ഇമ്മാനുവേലായവനാം പൊന്നേശുവിന്റെ തിരുനാമം. ഇമ്മാനുവേലായവനാം പൊന്നേശുവിന്റെ തിരുനാമം. സന്തതമുയരട്ടെ. സ്തുതികളിലുയരട്ടെ. ഭൂതല സീമകളിൽ സന്തതമുയരട്ടെ. സ്തുതികളിലുയരട്ടെ. ഭൂതല സീമകളിൽ നീരുള്ളവരായി തന്തയിൽ ചാരുന്നവരായി തീരുക നാം. നീരുള്ളവരായി തന്തയിൽ ചാരുന്നവരായി തീരുക നാം. രാവിലെ തോറും അവന്റെ ദയ പുതുതായതിനാൽ സ്തുതി പാടാം. രാവിലെ തോറും അവന്റെ ദയ പുതുതായതിനാൽ സ്തുതി പാടാം. ഇമ്മാനുവേലായവനാം പൊന്നേശുവിന്റെ തിരുനാമം. ഇമ്മാനുവേലായവനാം പൊന്നേശുവിന്റെ തിരുനാമം. സന്തതമുയരട്ടെ. സ്തുതികളിലുയരട്ടെ. ഭൂതല സീമകളിൽ സന്തതമുയരട്ടെ. സ്തുതികളിലുയരട്ടെ. ഭൂതല സീമകളിൽ സ്തുതിയുയരങ്ങളിലുയരട്ടെ. സ്തുതിയാലുള്ളവുമുണർന്നിടട്ടെ. സ്തുതിയുയരങ്ങളിലുയരട്ടെ. സ്തുതിയാലുള്ളവുമുണർന്നിടട്ടെ. ആത്മമണാളനെഴുന്നള്ളും കാഹളനാദം കേൾക്കാറായി. ആത്മമണാളനെഴുന്നള്ളും
സന്തതമുയരട്ടെ. സ്തുതികളിലുയരട്ടെ. ഭൂതല സീമകളിൽ സന്തതമുയരട്ടെ. സ്തുതികളിലുയരട്ടെ. ഭൂതല സീമകളിൽ സ്തോത്രം പരനേ നിനക്കു സ്തുതി. ത്രിയേകനാഥ നിനക്കു സ്തുതി. സ്തോത്രം പരനേ നിനക്കു സ്തുതി. ത്രിയേകനാഥ നിനക്കു സ്തുതി. നിനക്കു സ്തുതി, സ്തുതി നിനക്കു സ്തുതി. മഹത്വത്തിൻ പ്രഭുവേ നിനക്കു സ്തുതി. നിനക്കു സ്തുതി, സ്തുതി നിനക്കു സ്തുതി. മഹത്വത്തിൻ പ്രഭുവേ നിനക്കു സ്തുതി. ഇമ്മാനുവേലായവനാം പൊന്നേശുവിന്റെ തിരുനാമം. ഇമ്മാനുവേലായവനാം പൊന്നേശുവിന്റെ തിരുനാമം സന്തതമുയരട്ടെ. സ്തുതികളിലുയരട്ടെ. ഭൂതല സീമകളിൽ സന്തതമുയരട്ടെ. സ്തുതികളിലുയരട്ടെ. ഭൂതല സീമകളിൽ. Hallelujah. Praise the Lord. 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 Jesus. Hallelujah. Hallelujah. Praise the Lord. 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 Hallelujah. 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 With grateful heart, let us praise God. നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. ഹൃദയത്തോട് നമുക്ക് കർത്താവേ സ്തോത്രിപ്പோம். Praise the Lord. 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 Hallelujah. 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 God is in our midst to take charge of everything. Let's praise God. സകലത്തെയും ഫലമേൽക്കേണ്ടതിനായി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ ഉള്ളതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 Anyway, Lord has arrived in our midst to help us in spiritually, physically, literally. Father, let us praise God. ഏത് വിധേനയും നമ്മെ ആത്മീകമായും ആക്ഷരികമായും ശാരീരികമായും അനുഗ്രഹിക്കേണ്ടതിനായി Help. നമ്മെ സഹായിക്കേണ്ടതിനായി കർത്താവ് നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കാൻ ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 Hallelujah. 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 Let the Lord may speak to us from the throne above, that we all may go forward in our spiritual life. Father, let us pray. നാം ഏവരും ആത്മീക ജീവിതത്തിൽ മുന്നേറി ചെല്ലേണ്ടതിനായിട്ട് ദൈവം ഉയരത്തിലെ സിംഹാസനത്തിൽ തന്നെ നമ്മോട് അരുളി ചെയ്യേണ്ടതിനായി ചേർന്ന് പ്രാർത്ഥിക്കാം. Hallelujah. Bakada baushida katuna ti bakada barabachuda bakatura barabangada barakada baushida kasura katura tiba ira banamada bala bangada balakada barabaushida kachura tuna ti bakada kada baushida kasura katura ti bakada barakada barabalakatuna ti kada baushida kasuna manikena kadatura balakada kada barabala bautira tiba ira bakachura bakatura balakada barabangada ashida katula ti bakada barakada barabalakatura. Hallelujah. 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 Jesus, 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 Jesus. Let the Lord may teach each one of us from the throne above. Let's praise God. ഉയരത്തിലെ സിംഹാസനത്തിൽ നിന്ന് ദൈവം തന്നെ നമ്മെ ഓരോരുത്തരെയും ഉപദേശിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord. 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 Hallelujah. 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 Praise the Lord. 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 Once a person replied
correctly and do Jesus Christ's question. ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ ചോദ്യത്തോട് ഒരു വ്യക്തി ശരിയായ രീതിയിൽ ഉത്തരം പറഞ്ഞു. Jesus replied that you are not away from the kingdom of God. യേശുക്രിസ്തു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് ദൂരെ അല്ല. Likewise also, the more we know the word of God, the more we are nearer to the kingdom of God. അപ്രകാരം നാം എത്രയധികമായി ദൈവത്തിന്റെ വചനത്തെ അറിയുന്നു, അത്രയധികമായി നാം സ്വർഗരാജ്യത്തോട് അടുത്തിരിക്കുന്നു. Let the Lord may help us to come closer to God by knowing the word of God. Let us praise God. ദൈവജനത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തോട് അടുത്തടുത്ത് വരുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Let the Lord may reveal all the revelations and the things hidden treasures and all the things in the darkness, so that we may all grow up in our spiritual life. Let us praise God. നാം ഏവരും ആത്മീക ജീവിതത്തിൽ മുന്നേറി ചെല്ലേണ്ടതിനായിട്ട് എല്ലാ വെളിപ്പാടുകളെയും മറഞ്ഞു കിടക്കുന്നതായ ഗുപ്തനിധികളെയും കർത്താവ് വെളിപ്പെടുത്തി തരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Hallelujah, hallelujah, hallelujah. The name of the Lord might be glorified through this meeting. Let's praise God. ഈ യോഗത്തിലൂടെ ദൈവം നാം മാത്രം മഹത്വപ്പെടുത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Loving Lord, once again we give ourselves in thy hand, giving this meeting in thy hand, Lord. Oh Father, take charge of everything and bless everything, Lord. Speak to us from the throne above. We want to go forward in our spiritual life. Help us, Lord, in all the ways of our life. Give everyone in thy hand and help everyone to come in time and receive all blessings. In Jesus' name, Father. ആമേൻ. Hallelujah. Sit. ദയവായിരിക്കും. ഒരു പാട്ട്. Tamil 551. என்றுமெந்தன் கண்மலை நீரே, எப்போதும் சமூகம் சேருவே. என்றுமெந்தன் கண்மலை நீரே, எப்போதும் சமூகம் சேருவே. காத்திரே கருணையா சேர்த்திரே கண்மலை நீரே, எப்போதும் சமூக சேருவே. என்றுமெந்தன் கண்மலை நீரே, எப்போதும் சமூக சேருவே. மொழியிலுள்ள சத்த கூட்டத்தில் களிப்புடனே பாதம் சேர்த்திட. மொழியிலுள்ள சத்த கூட்டத்தில் களிப்புடனே பாதம் சேர்த்திட. குழியினின்று ஏற்றி கண்மலை மேல் நிறுத்தி புதிய கீதம் நாவி தந்திரே. குழியினின்று ஏற்றி கண்மலை மேல் நிறுத்தி புதிய கீதம் நாவி தந்திரே. காத்திரே கருணையா சேர்த்திரே உம் கிருபையா. காத்திரே கருணையா சேர்த்திரே உம் கிருபையா. என்றுமெந்தன் கண்மலை நீரே, எப்போதும் சமூகம் சேருவே. என்றுமெந்தன் கண்மலை நீரே, எப்போதும் சமூகம் சேருவே. விக்கினங்கள் சார்ந்து வந்தாலும் அக்கினியை கோட்டை சூழ்ந்திரே.
நெஞ்சில் தந்திரே காத்திரே கருணையா சேர்த்திரே உம் கிருபையா காத்திரே கருணையா சேர்த்திரே உம் கிருபையா என்றும் எந்தன் கண்மலை நீரே எப்போதும் உம் சமூகம் சேருவே என்றும் எந்தன் கண்மலை நீரே எப்போதும் உம் சமூகம் சேருவே என் முகத்தை தேடுங்கள் வன் செயல்கள் கண்டிடவையா என் முகத்தை தேடுங்கள் வன் செயல்கள் கண்டிடவையா உம் முகத்தை தேடியோ தாமதமே ஆயினும் வெட்கப்பட்டு பின்னிடுவாரோ உம் முகத்தை தேடியோ தாமதமே ஆயினும் வெட்கப்பட்டு பின்னிடுவாரோ காத்திரே கருணையா சேர்த்திரே உம் கிருபையா காத்திரே கருணையா சேர்த்திரே உம் கிருபையா என்றும் எந்தன் கண்மலை நீரே எப்போதும் உம் சமூகம் சேருவே என்றும் எந்தன் கண்மலை நீரே எப்போதும் உம் சமூகம் சேருவே மண்ணுலகில் நீரே என் துணை விண்ணுலகில் நீரே போதுமே மண்ணுலகில் நீரே என் துணை விண்ணுலகில் நீரே போதுமே உம் ஆலோசனை தந்தே உம் வழி நடத்தி மகிமையில் நிறைவேற்றிக் கொள்வீரே உம் ஆலோசனை தந்தே உம் வழி நடத்தி மகிமையில் நிறைவேற்றிக் கொள்வீரே காத்திரே கருணையா சேர்த்திரே உம் கிருபையா காத்திரே கருணையா சேர்த்திரே உம் கிருபையா என்றும் எந்தன் கண்மலை நீரே எப்போதும் உம் சமூகம் சேருவே என்றும் எந்தன் கண்மலை நீரே எப்போதும் உம் சமூகம் சேருவே இக்காலம் துணித்திடுங்கணும் அக்களிப்பாய் மாறிடும் க்ஷணம் இக்காலம் துணித்திடுங்கணும் அக்களிப்பாய் மாறிடும் க்ஷணம் உம்முகம் காணும் நேரம் உம்மை போல மாறி உம்முடன் நான் என்றும் வாழ்வேனே உம்முகம் காணும் நேரம் உம்மை போல மாறி உம்முடன் நான் என்றும் வாழ்வேனே காத்திரே கருணையா சேர்த்திரே உம் கிருபையா காத்திரே கருணையா சேர்த்திரே உம் கிருபையா என்றும் எந்தன் கண்மலை நீரே இப்போதும் உம் சமூகம் சேருவே என்றும் எந்தன் கண்மலை நீரே எப்போதும் உம் சமூகம் சேருமே விக்கினங்க சார்ந்து வந்தாலும் அக்கினியை கோட்டை சூழ்ந்திரே விக்கினங்க
கருணையா சேர்த்திரே கிருபையா காத்திரே கருணையா சேர்த்திரே கிருபையா என்றும் எந்தன் கண்மலை நீரே இப்போதும் சமூக சேருவே என்றும் எந்தன் கண்மலை நீரே இப்போதும் சமூக சேருவே என் முகத்தை தேடுங்கள் வன் செயல்கள் கண்டிடுவையா என் முகத்தை தேடுங்கள் வன் செயல்கள் கண்டிடுவையா உம்முகத்தை தேடியோ தாமதமே ஆயினும் வெட்கப்பட்டு பின்னிடுவாரோ உம்முகத்தை தேடியோ தாமதமே ஆயினும் வெட்கப்பட்டு பின்னிடுவாரோ என் முகத்தை தேடுங்கள் வன் செயல்கள் கண்டிடவையா என் முகத்தை தேடுங்கள் வன் செயல்கள் கண்டிடவையா உம்முகத்தை தேடியோ தாமதமே ஆயினும் வெட்கப்பட்டு பின்னிடுவாரோ உம்முகத்தை தேடியோ தாமதமே ஆயினும் வெட்கப்பட்டு பின்னிடுவாரோ என் முகத்தை தேடுங்கள் வன் செயல்கள் கண்டிடுவையா என் முகத்தை தேடுங்கள் வன் செயல்கள் கண்டிடுவையா உம்முகத்தை தேடியோ தாமதமே ஆயினும் வெட்கப்பட்டு பின்னிடுவாரோ 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 ஹalleluya ஆமென் ஹalleluya ஆமென் திபகா லபா 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 இயேசுவே ஹalleluya அலௌரா பாலா பக்கரா தீரா பக்கரா ஆமென் ஹalleluya சேர்த்திரே கிருபையா காத்திரே கருணையா 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 சேர்த்திரே கிருபையா ஹalleluya ஆமென் ஆமென் ரபக்கரா மனா கரபல பரபல பங்கரா திபர பர 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 பல கடா திர பர பர பல 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 பர பல கடா ஹalleluya 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 ஆமென் ஓ ரிபக்கடா பர துலா பல பர பல பர பல பர பல
Amen. Hallelujah. 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 Ribakarabana balandula. Tibarabarabalabakadabalabarabalakada. Hallelujah. 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 Amen. Amen. Where the Spirit of Lord is, there is liberty. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ദേവനുടെ ആവിയാനവർ എങ്കിയോ അങ്ങേ വിടുതലയുണ്ട്. Give room to the Spirit of the Lord. ദൈവത്തിന്റെ ആത്മാവിന് ഇടം കൊടുത്താട്ടെ. കർത്തരുടെ ആവിയാനവർക്ക് ഇടം കൊടുപ്പോം. We can go from here with liberty. സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഇവിടെ നിന്ന് മടങ്ങി പോകാൻ കഴിയും. ഇங்கிருந்து നാം സുതന്ത്രത്തോടെ തിരുമ്പി ചെല്ല முடியும். We can live with liberty. സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ജീവിപ്പാൻ കഴിയും. സുതന്ത്രത്തോടെ ജീവിക്ക முடியும். We can do everything with liberty. സകലവും സ്വാതന്ത്ര്യത്തോടെ ചെയ്യുവാൻ കഴിയും. എല്ലാവற்றையும் സുതന്ത്രത്തോടെ செய்ய முடியும். Let give room to the Spirit of the Lord. ദൈവത്തിന്റെ ആത്മാവിന് ഇടം കൊടുത്താട്ടെ. കർത്തരുടെ ആവിയാനവർക്ക് നാം ഇടം കൊടുപ്പോം. In every side, every aspects of our life, give room to the Spirit of the Lord. എല്ലാ വശങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ആത്മാവിന് ഇടം കൊടുത്താട്ടെ. എല്ലാ പക്കങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പകുതികളിലും ദൈവനുടെ ആവിയാനവർക്ക് ഇടം കൊടുപ്പോം. When Mary gave room to the Spirit of the Lord, ദൈവത്തിന്റെ ആത്മാവിന് മറിയ ഇടം കൊടുത്തപ്പോൾ മറിയാൾ കർത്തരുടെ ആവിയാനവർക്ക് ഇടം കൊടുത്ത വേളയിലെ Jesus formed in her. അവളിൽ യേശു ഉരുവായി. അവர்களுக்குள் இயேசு உருவானார். When Samson gave room to the Spirit of the Lord, ശിംശോൻ യഹോവയുടെ ആത്മാവിന് ഇടം കൊടുത്തപ്പോൾ സിംസോൻ ദൈവനുടെ ആവിയാനവർക്ക് ഇടം കൊടുത്ത വേളയിലെ he was able to tear the lion into two pieces. അവൻ സിംഹത്തെ രണ്ടായി കീറിക്കളവാൻ കഴിഞ്ഞു. அவனால் சிங்கத்தை இரண்டாக கிழித்து போட முடிந்தது. Likewise, we see many people of God gave room to the Spirit of the Lord and they received liberty. അപ്രകാരം ദൈവജനമായ അനേകർ ദൈവത്തിന്റെ ആത്മാവിന് ഇടം കൊടുക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചത് നാം കാണാൻ കഴിയുന്നു. அப்படியாக பல தேவ ஜனங்கள் தேவனுடைய ஆவியானவருக்கு தங்களுடைய ஜீவிதத்தில் இடம் கொடுத்து விடுதலை அனுபவித்ததை நாம் காண்கிறோம். Right now also the same thing is in our midst. ഇപ്പോഴും അതേ ആത്മാവ് നമ്മുടെ മധ്യേ ഉണ്ട്. இப்போதும் அதே காரியம் நம்ம மத்தியில் இருக்கிறது. We can enjoy the liberty of God. ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തെ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. தேவனுடைய விடுதலை நாம் அனுபவிக்க முடியும். We can get the liberty from all fears. സകല ഭയത്തിൽ നിന്നും നമുക്കൊരു വിടുതൽ പ്രാപിപ്പാൻ കഴിയും. எல்லா பயங்களிலிருந்து விடுவிக்கப்படுவோம். We can get liberty from all our enemies. നമ്മുടെ സകല ശത്രുക്കളിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കും. நம்முடைய சகல சத்துருக்களில் நின்று விடுதலை We பெற்றுக்கொள்வோம். get liberty from all our sicknesses and sin. നമ്മുടെ സകല രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കും. நம்முடைய எல்லா வியாதிகள் பாவத்திலிருந்து நாம் விடுதலை பெறுவோம். Give room to the Spirit of God. ദൈവാത്മാവിന് ഇടം കൊടുത്താട്ടെ. தேவ ஆவியானவருக்கு இடம் கொடுப்போம். Shira tula tibakara barabala bala 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 katula tibara bangara barabala bala 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 bakada bala kada ba shira katura tula barabara barabala bala 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 bakada bala katula. Amen, 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 amen. Hallelujah, 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 hallelujah. വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ. Hallelujah, hallelujah, hallelujah. Amen, 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 amen. വിടുതല 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 ലിബർട്ടി 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 ലിബർട്ടി.
യേശുവേ ആയിര മകര ബല ബല ബകട ബല കടായിര ബല ബന്ധുര മനക്കര തിബല ബല 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 ബങ്കര ബല 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 ബക്കര ബല 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 ബൗഷിര. ആമേൻ ആമേൻ ആമേൻ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ. Bakatura bangara bara bakada balakada bara 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 bakada balaba. Jesus, Jesus. Yameri bakatura ida bara bangara bara 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 bakada bala bakatula. Tibara bara 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 bangada ida bara 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 bakada baushida katula. Tibara bara 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 bara. Amen, 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 amen. Liberty, 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 liberty. Vidudale, 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 vidudale. Bandirangal. Amen, amen. Arakata, arakata. Hallelujah, hallelujah, hallelujah. Jayam, jayam, jayam. Sugam, sugam, sugam. Arogyam, arogyam, arogyam. Vidudale, vidudale. Santosham, santosham. Samadhanam, samadhanam, samadhanam. Visramam, visramam, visramam. Amen. Kirba, 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 kirba. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Oh, riba kada bara 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 kada bara. Tibana bangara bara 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 kada bara bara. Hallelujah, 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 hallelujah. Yes, Lord did so. Lord gave liberty to everyone. Let us praise God. അതേ കർത്താവ് പ്രകാരം ചെയ്തിരിക്കുന്നു. നമുക്ക് ഏവർക്കും കർത്താവ് സ്വാതന്ത്ര്യം നൽകിയിരിക്കാൻ ചേർന്ന് സ്തോത്രം ചെയ്യാം. கர்த்தர் அப்படியே செய்தார். நம்ம எல்லோருக்கும் விடுதலை தந்திருக்கிறார். அதற்காக கர்த்தரை ஸ்தோத்திரிப்போம். Praise the Lord, 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 praise the Lord. Let's pray. പരിശുദ്ധ നീതിമാന്മായ ഞങ്ങളുടെ സ്വർഗീയ നിലവിതാവേ, നിനക്ക് നന്ദിയോട് സ്തോത്രം. സ്തോത്രം കർത്താവേ. സന്ധ്യാവേളയിൽ ഒരിക്കൽ കൂടെ കർത്താവേ, ഹല്ലേലൂയ, ഏഴുകളും പൂഴികളും കർത്താവേ, ഒരു യോഗ്യതയും ഇല്ലാതിരിക്കുന്ന അടിയങ്ങളെ കർത്താവേ, ഹല്ലേലൂയ, പല ഇടങ്ങളിലായിരുന്ന അടിയങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിവരുത്തി അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ തക്കണം. അല്പസമയം കർത്താവേ, ഹല്ലേലൂയ, അങ്ങോട്ട് അടുക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ നൽകി തരുന്നതായ സ്വാതന്ത്ര്യത്തെ അനുഭവിപ്പാൻ ഒക്കെ നീ നൽകി തന്ന കൃപകൾക്കായി നിനക്ക് നന്ദിയോട് സ്തോത്രം കർത്താവേ. അല്പസമയം കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങൾ ഇരിക്കുന്നു. അടിയങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം കർത്താവേ, തിരുനാമഹത്വത്തിനും കാരണമാക്കി തീർക്കുമാറാണ് എന്ന അപേക്ഷ കർത്താവേ. സ്തോത്രം.
അടിയങ്ങളോട് കർത്താവേ, അടിയങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ സ്വർഗീയ ആലോചന ഇന്ന് രാത്രികാലം അടിയങ്ങളോട് പറഞ്ഞു തരുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ സ്തോത്രം. തിരുവചനത്തിലൂടെ കർത്താവേ നിന്റെ ദാസൻ മുഖാന്തരമായി അടിയങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ നീ അടിയങ്ങളോട് കർത്താവേ ഹല്ലേലൂയ അടിയങ്ങളുടെ ഹൃദയങ്ങൾ കേറ്റവണ്ണം അടിയങ്ങളുടെ ആത്മീയ നിലവാരത്തിനനുസരിച്ച് കർത്താവേ എന്ത് ആലോചന നീ കർത്താവെ പറഞ്ഞു തരണമെന്ന് നീ വിചാരിക്കുന്നുവോ അത് കർത്താവേ നിന്റെ ദാസന്റെ വായിലൂടെ കർത്താവേ അടിയങ്ങൾ കേൾക്കുവാൻ ഇടയാക്കട്ടെന്ന് കർത്താവേ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. സിയോനിൽ നിന്ന് ഇരട്ടി അഭിഷേകത്താൽ നീ നിന്റെ ദാസനെ ബലപ്പെടുത്തുമാറാകണം, അഭിഷേകം ചെയ്യുമാറാകണം എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ സ്തോത്രം. അത് കേട്ട് കർത്താവേ ഹല്ലേലൂയ അതിൻപടി ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾ കർത്താവ് വിശേഷമായ അഭിഷേകവും കൃപയും നൽകി തരുമാറാകണം എന്ന് അപേക്ഷിക്കുന്നു. കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ കാതുകളെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും ഒരുക്കിയാട്ടെ കർത്താവേ ഹല്ലേലൂയ. ഈ സമയം കർത്താവ് നിങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നിങ്ങളുടെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ നിങ്ങൾ എല്ലാവരെയും സഹായിച്ചാട്ടെ. താഴ്ചത്തിൽ കൃതത്തോട്ട് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. Hallelujah. Sit erect. നിവർന്നിരിക്കാം. So open our Holy Bible to Second Epistle to Peter, chapter 3, verse 14. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് നമ്മുടെ വിശുദ്ധ വേദപുസ്തകങ്ങളെ തുറക്കാം. നമ്മുടെ പരിശുദ്ധ വേദാമങ്ങളെ 2 പേതുരു 3-ാം അധികാരം 14-ാം വചനത്തിലേക്ക് തിരുപ്പുவோம். അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. Wherefore, beloved, seeing that ye look for such things, be diligent that ye may be found of him in peace, without spot and blameless. Praise be to God. ദൈവത്തിന് സ്തോത്രം. ദൈവനുക്ക് സ്തോത്രം. God willing, this night I want to tell you about diligence. ദൈവഹിതമായാൽ ഇന്ന് രാത്രി ഉത്സാഹത്തെക്കുറിച്ച് പറവാൻ, ജാഗ്രതയെക്കുറിച്ച് പറവാൻ ആഗ്രഹിക്കുന്നു. ദൈവസിത്തം എന്നാൽ ഇന്ന് இரவு ജാഗ്രതയെ കുറിച്ച് പേശ ഞാൻ വിரும்புகிறேன். Here it is written that be diligent that ye may be found of him in peace without spot and blameless. ഇവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ജാഗരിച്ചുകൊണ്ട്. இங்கே எப்படி சொல்லி இருக்கிறது, நீங்கள் கரையற்றவர்களும் பிழையற்றவர்களுமாய் சமாதானத்தோட அவர் சந்நிதியில் காணப்படும்படிக்கு ஜாக்கிரதையா இருங்கள். Yes, praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். So very important aspect in our life is diligence. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു ജാഗ്രത. നമ്മുടെ ജീവിതത്തിൽ ജാഗ്രത என்பது மிக முக்கியமான ஒரு காரியமாகும். But people practice this very scarcely and rarely. എങ്കിലുമോ ജനം വളരെ വിരളമായിട്ട് മാത്രമാകുന്നു, വളരെ അല്പമായിട്ട് മാത്രമേ ഇത് തങ്ങളുടെ ജീവിതത്തിൽ അഭ്യസിക്കുന്നുള്ളൂ. ஆனால் ஜனங்கள் மிக அரிதாகவே இதை பயிற்சிக்கிறார்கள். Usually we don't want this word diligence. We want to have a negligence life, carelessness life, ordinary life. സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ ജാഗ്രതയുള്ള ഒരു ജീവിതം നയിപ്പാൻ നാം ആഗ്രഹിക്കുന്നില്ല. ഒരു ശ്രദ്ധയില്ലാത്ത ഉദാസീനമായ ഒരു ജീവിതം നയിപ്പാൻ അത്രയും നമ്മിൽ പലരും ആഗ്രഹിക്കുന്നത്. சாதாரணமாக நம்முடைய ஜீவியத்தில் இந்த ஜாக்கிரதை என்றதான வார்த்தையை நாம் விரும்பாமல் ஒரு கவனமற்ற ஒரு சாதாரண ஒரு ஜீவியத்தையே நாம் விரும்புகிறோம். If you see some places, example, under the electricity board or electricity switch, under that there is a picture and there is a multiplication symbol and written diligent or careful or jagrata. നാം ചില അധികം ശക്തിയുള്ളതായ വൈദ്യുത കമ്പികളുടെ അടിയിൽ ഇല്ലെങ്കിൽ അതിന്റെ സ്വിച്ച് ബോർഡിന്റെയൊക്കെയും താഴെ അപായം എന്നും വളരെ അപകടം ഉണ്ട് എന്നും അതിൻ്റെതായ ചിഹ്നം വെച്ചതിന് ശേഷമായിട്ട് നാം കാണാറുണ്ട്. പല വേളകളിലെ മിன்சார கம்பி அல்லது மின்சார அந்த ஸ்விட்ச் பாக்ஸின் இடத்தில் நாம் செல்வோம் என்றால் அதற்கு வெளியே எப்படியாக ஒரு படம் இட்டு ஒரு இன்டு மார்க் போட்டு விட்டு அங்கே ஜாக்கிரதை அல்லது அபாயம் என்று எழுதி இருப்பார்கள். In the north, when we go for visiting at night times, many times in the roadside it is written in the board, wild cruel animals are here, be careful. ഉത്തര ഇന്ത്യയിലൊക്കെയും വിസിറ്റിങ്ങിന് കടന്നു പോകുമ്പോൾ ഇപ്രകാരം കാണാറുണ്ട്. റോഡിന്റെ അരികിലൊക്കെയും ഇവിടെ വന്യമൃഗങ്ങൾ ഇല്ലെങ്കിൽ ക്രൂര മൃഗങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഇരിക്കുക. நார்த் இந்தியாவிலே நாம் விசிட்டிங் செல்லும் போதெல்லாம் இரவு வேளைகளில் இப்படியாக நாம் போர்டில் எழுதியிருப்பதை நாம் பார்க்க முடியும். கொடூரமான காட்டு மிருகங்கள் பகுதியாக இருக்கிறது, ஜாக்கிரதையாக செல்லவும். One day night at 2 o'clock when I came back from a particular faith on the road,
there was 2 elephants. ഒരു ദിവസം ഒരു പ്രത്യേക വിശ്വാസ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ 2 മണിയോടുകൂടെ മടങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ റോട്ടിൽ 2 ആനകളെ കണ്ടു. ஒரு குறிப்பிட்ட நாளிலே இரவு 2 மணி அளவிலே ஒரு குறிப்பிட்ட விசுவாச வீட்டை விட்டு நான் திரும்பி வரும் வேளையிலே ரோட்டிலே 2 யானைகளை பார்த்தோம். Sisters also were with me. സഹോദരിമാരും എന്നോട് കൂടി ഉണ്ടായിരുന്നു. என்னோட சிஸ்டர்ஸ் ഉണ്ടായിരുന്നാர்கள். We parked the car near side and other cars also in the side, right, opposite side also many cars. These 2 elephants they are playing in the road, not going out. ഞങ്ങൾ അവിടെ വഴിയരികെ കാർ പാർക്ക് ചെയ്തു. ഞങ്ങളുടെ പുറകെ വന്ന വാഹനങ്ങളും അതിന് പുറകെ തന്നെ നിർത്തി. ഈ എതിർവശത്തിൽ നിന്ന് വന്ന കാറുകളും അവിടെ തന്നെ നിർത്തി. എങ്കിലുമോ ഈ 2 ആനകൾ അവരുടേതായ സമയമെടുത്തുകൊണ്ട് അവർ രണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. நாங்கள் எங்கள் வாகனத்தை ரோட்டின் ஓரத்தில் நிறுத்தினோம். மறுபக்கத்தில் மற்ற வாகனங்கள் எல்லாம் அப்படியே நிறுத்தி இருந்தன. இந்த 2 யானைகளும் எந்த ஒரு சிந்தனை இல்லாமல் ரோட்டிலே விளையாடி கொண்டிருந்தன. Thank God, after some time both went out, so we went to our destination. ദൈവത്തിന് സ്തോത്രം. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ 2 ആനകളും പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുവാൻ കഴിഞ്ഞു. சற்று நேரத்திற்கு பின் இந்த யானைகள் ரோட்டை விட்டு மாறி சென்றன. நாங்கள் எங்களுடைய இடத்துக்கு போய் சென்றோம். அதற்காக கர்த்தருக்கு ஸ்தோத்திரம். In such a place, if we do not keep diligence, then we will enter into great danger. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നാം ജാഗ്രത പാലിക്കാതിരിക്കുന്നുവെങ്കിൽ വലിയ അപകടത്തിൽ ചെന്നപ്പെടും. அப்படிப்பட்ட இடங்களில் நாம் ஜாக்கிரதையாக இல்லாமல் இருப்போம் என்றால் பெரிய ஆபத்துக்குள் ஆவோம். At the coming of the Lord also, we should be in peace and without spot and blameless. For these 3 things, in peace, without spot and blameless, for keeping these 3 things, we must be diligent. കർത്താവിന്റെ വരവെങ്കിലും നാം കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണണം. ഇപ്രകാരം ഈ 3 കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായി കറയില്ലാതെ കളങ്കമില്ലാതെ സമാധാനമുള്ളവരായി കാണേണ്ടതിനായിട്ട് നമുക്ക് ജാഗ്രത ആവശ്യമാകുന്നു. கர்த்தருடைய வருகையிலே நாம் கரையற்றவர்களும் பிழையற்றவர்களும் சமாதானத்தோടെ நாம் காணப்பட வேண்டும். இந்த 3 காரியங்கள் நம்முடைய ஜீவிதத்தில் காணப்படும்படி நாம் ஜாக்கிரதையாக இருக்க வேண்டும். Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். Then only we will be caught up at the coming of the Lord. അങ്ങനെയെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ നാം കാണപ്പെടുകയുള്ളൂ. அப்படி என்றால் மட்டுமே தான் கர்த்தருடைய வருகையில் நாம் காணப்படுவோம். This diligence or this carefulness must we have from the beginning of our Christian life to the end of our Christian life according to the word of God. ഈ ജാഗ്രത എന്നത് ഇല്ലെങ്കിൽ ഈ ശ്രദ്ധ എന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ഉണ്ടായിരിക്കണം. അത് നാം ദൈവവചനത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കുന്നു. இந்த ஜாக்கிரதை அல்லது கவனம் என்பது நம்முடைய ஜீவிதத்திலே தேவனுடைய வசனத்தின்படி நம்முடைய கிறிஸ்துவ ஜீவிதத்தின் ஆரம்பம் முதல் முடிவு வரை காணப்பட வேண்டும். Praise be to God. தேவனுக்கு ஸ்தோத்திரம். And in the beginning, if you read 2 Corinthians 7 verse 10, 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാം വാക്യം നാം ആദ്യം വായിക്കുമ്പോൾ துவக்கத்திலே 2 கொரிந்தியர் 7-ாம் அதிகாரம் 10-ாம் வசனத்தை வாசிப்போம் என்றால், the 10 and 11 and 9 verses says about the experience of our first love or at the time of salvation. 9, 10, 11 വാക്യങ്ങളിൽ നമ്മുടെ ആദ്യത്തെ അനുഭവം ഇല്ലെങ്കിൽ നമ്മുടെ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് അവിടെ നാം വായിക്കുന്നു. രക്ഷ പ്രാപിച്ച സമയത്തിലുള്ള അനുഭവങ്ങൾ. அங்கு 9 முதல் 11 வசனங்களை நாம் வாசிக்கும் போது நம்முடைய ஆதி அன்பு அல்லது நாம் ரட்சிப்படைந்த வேளையில் இருந்ததான அனுபவங்களை குறித்து நாம் வாசிக்கிறோம். 10th verse, a phrase is in this manner, what carefulness you had. தமிழில் 11ஆம் வசனத்திலேயே எவ்வளவு ஜாக்கிரதை உங்களுக்கு இருந்தது என்று நாம் வாசிக்கிறோம். മലയാളത്തിൽ 11-ാം വാക്യത്തിൽ എത്ര ജാഗ്രത, അതായത് എത്ര ഉത്സാഹം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். At the time of salvation or first love, how carefulness we were to come to the meeting in correct time. രക്ഷ പ്രാപിച്ച നാളുകളിൽ എങ്കിൽ നമ്മുടെ ആദ്യ സ്നേഹത്തിന്റെ വേളകളിൽ യോഗത്തിന് കൃത്യസമയത്ത് വരുവാൻ തക്കോണം എത്ര ജാഗ്രത നാം പാലിച്ചിരുന്നു. நாம் ரட்சிப்படைந்த அந்த வேளைகளே அல்லது நம்முடைய ஆதி அன்பின் நாட்களிலே கூட்டத்திற்கு சரியான நேரத்திற்கு வருவதில் எவ்வளவு ஜாக்கிரதையாக நாம் இருந்தோம். When we received the Holy Spirit, how much happy we had to attend tarry meeting and fill in the spirit, though the pastor says to stop the spirit.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച നാളുകളിൽ നാം കാത്തിരിപ്പ് യോഗങ്ങൾക്ക് കടന്നു വരുവാൻ തക്കോണം എത്ര സന്തോഷവാന്മാരായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പാസ്റ്റർ ആത്മനിറവ് നിർത്തുവാൻ പറയുന്നിടത്തോളം നാം നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരുന്നുവല്ലോ. பரிசுத்தாவின் அபிஷேகத்தை பெற்ற அந்த நாட்களிலே காத்திருப்பு கூட்டத்துக்கு வருவதற்கும் இங்கு வந்து கர்த்தருடைய தேவனுடைய ஆவினால் நிரப்பப்படுவதற்கும் பாஸ்டர் நிறுத்த சொன்னாலும் நிறுத்தாமல் நாம் நிரம்புவதற்கும் எவ்வளவு ஜாக்கிரதையாக ஆவலாக இருந்தோம். Every tearing meeting, usually I used to tear my dhoti. One dhoti is for one Saturday. That is completely torn. സാധാരണയായി ഓരോ കാത്തിരിപ്പ് യോഗങ്ങൾക്കും ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓരോ കാത്തിരിപ്പ് യോഗത്തിനും ഓരോ മുണ്ട് ആവശ്യമായിരുന്നു. ഓരോ കാത്തിരിപ്പ് യോഗം കഴിയുമ്പോഴും ആ മുണ്ട് കീറുമായിരുന്നു. കീറി പറഞ്ഞു പോകും. സാധാരണ കീറലല്ല, ഇപ്പൊ പറയാനൊക്കത്തില്ല. കീറി അത്ര ആത്മനിറവാ, പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. That also the tearing meeting will not finish by 9 or 9:30. That will go in its own time. ആ കാലത്തെ കാത്തിരിപ്പ് യോഗങ്ങളൊന്നും 9-9:30 മണിക്കൊന്നും നിൽക്കുകയില്ല. അത് അതിൻ്റെതായ സമയം വരെയും ദീർഘിച്ചു പോകുമായിരുന്നു. அந்த நாட்களில் காத்திருப்பு கூட்டம் 9-9:30 முடியாமல் அது தொடர்ந்து கொண்டே இருக்கும். All tearing meeting, my knee, my leg used to wound. The blood came out. All tearing meeting. Oh, such a great power on those days. ഓരോ കാത്തിരിപ്പ് യോഗത്തിലും എൻ്റെ മുട്ട് പൊട്ടുമായിരുന്നു, ചോര ഒഴുകുമായിരുന്നു, വളരെയധികം മുറിവേൽക്കുമായിരുന്നു, അത്രമാത്രം വേദനയും ഉണ്ടായിരുന്നു. എങ്കിലുമോ അത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു അന്നാളുകളിലെ കാത്തിരിപ്പ് യോഗങ്ങൾക്ക്. ஒவ்வொரு நாளும் ஒவ்வொரு காத்திருப்பு கூட்டத்திலும் என்னுடைய முழங்கால் காயமடைந்து ரத்தம் சிந்துமா இருந்தது. அவ்வளவு அதிகமான வல்லமை இருந்தது. One believer I heard in my church, she after receiving Holy Spirit 3 days spoke unknown tongue, without eating, without drinking, without bathing, without doing nothing. 3 days without stopping used to talk in unknown tongue. ഞങ്ങളുടെ സഭയിൽ ഒരു വിശ്വാസി സഹോദരി ഉണ്ടായിരുന്നു. താൻ അഭിഷേകം പ്രാപിച്ച നാളുകളിൽ 3 ദിവസം തുടർച്ചയായി അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ടേ ഇരുന്നു. ഭക്ഷണം കഴിക്കാതെ, കുളിക്കാതെ, ഉറങ്ങാതെ, അപ്രകാരം ഒന്നും തന്നെ ചെയ്യാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് തന്നെ 3 ദിവസം തുടർച്ചയായിരുന്നു. Still now also she is living. ഇപ്പോഴും തൻ ജീവനോടിരിക്കുന്നു. If you want, I will give the number. You can contact through WhatsApp or direct also, whether it is true or not. ശരിയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടതിനായിട്ട് ഞാൻ ഫോൺ നമ്പർ തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ പരിശോധിക്കാം. Praise be to God. ദൈവത്തിന് സ്തോത്രം. How carefulness we were to wake up at the morning 4 o'clock to pray and praise God. ദൈവത്തെ സ്തുതിക്കേണ്ടതിനായിട്ട്, പ്രാർത്ഥിക്കേണ്ടതിനായിട്ട് രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കേണ്ടതിനായി എത്രമാത്രം ജാഗ്രതയുള്ളവരായിരുന്നു നാം. ജപിക്കുമ്പടിയാகவும் தேவனை துதிக்கும்படியாகவும் காலை அதிகாலை 4 மணிக்கு எழுந்து கொள்வதில் எவ்வளவு எச்சரிக்கையா இருந்தோம். How we were careful to obey every word of God spoken by the saints of God. കർത്തൃ ശുശ്രൂഷകരാൽ സംസാരിക്കപ്പെട്ടതായ ഓരോ ദൈവവചനവും അനുസരിക്കേണ്ടതിനായിട്ട് നാം എത്രമാത്രം ജാഗ്രതയുള്ളവരായിരുന്നു. தேவனுடைய பரிசுத்தவான்களால் பேசப்பட்ட ஒவ்வொரு தேவனுடைய வசனத்தையும் அப்படியே கீழ்ப்படியும்படி எவ்வளவு ஜாக்கிரதையாக இருந்தோம். How we were careful to write every word to practice that after going there. Now see, nobody is writing. So they are despising the word of God, hearing 1 ear, leaving another ear. So carelessness. ഓരോ ദൈവവചനവും കുറിച്ചെടുത്തുകൊണ്ട് അതിനുശേഷമായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിനായിട്ട് എത്രമാത്രം അന്നാളുകളിൽ നാം ജാഗ്രതയുള്ളവരാകുന്നു. ഇപ്പോഴോ നാം ആരും എഴുതുന്നില്ല. നാം വളരെയധികം ഉദാസീനരായി, ശ്രദ്ധയില്ലാത്തവരായി, ദൈവവചനത്തെ അഗണ്യമാക്കുന്നവരായി തീർന്നിരിക്കുന്നു. ஒவ்வொரு தேவவசனத்தையும் குறிப்பெடுத்துக்கொண்டு பின்பு அது நம் ஜீவிதத்தில் பயிற்சிக்கும்படி எவ்வளவு ஜாக்கிரதையாக இருந்தோம். இப்போதோ நாம் ஒருவரும் கூட அது எழுதுவதில்லை. மிகவும் கவனஹீனமாய் இருக்கிறோம். How we were give importance to the faith life. We will never use the word medicine on those days, but how carefulness on those days we have to stand in the faith. അന്നാളുകളിൽ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിനായിട്ട്, വിശ്വാസ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കേണ്ടതിനായി എത്രമാത്രം നാം ജാഗ്രതയുള്ളവരായിരുന്നു. മരുന്ന് എന്നൊരു വാക്കുപോലും നമ്മുടെ വായിൽ വരാതെ വണ്ണം അത്രമാത്രം ജാഗ്രത നാം പാലിച്ചിരുന്നു. அந்த நாட்களில் விசுவாச ஜீவிதத்திற்கு எவ்வளவு ஜாக்கிரதையாக இருந்தோம். மருந்து என்றதான வார்த்தை நம்முடைய வாயில் வராத அளவுக்கு மிகவும் விசுவாச ஜீவிதத்திற்கு என்று நாம் கவனமாக இருந்தோம். How carefulness we had at the beginning, but now
how we are, child of God, examine your life, whether you are having diligence in each and every part of your life. ആരംഭത്തിൽ എത്രമാത്രം ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ദൈവവേദനയെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ജാഗ്രതയുണ്ടോ, അതിന് ആവശ്യമായിട്ടുള്ള ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? துவக்கத்திலே எவ்வளவு கவனமாக நாம் எல்லா காரியங்களிலும் இருந்தோம் அருமையான தேவப்பிள்ளையே, இப்போது நம்முடைய ஜீவிதத்தில் அந்த ஜாக்கிரதை ஒவ்வொரு பாகத்தில் இருக்கிறதா என்று நோக்கி பார்ப்போம். We are the people of God. നാം ആകുന്നു ദൈവജനം. நாம் தேவ ஜனங்களாக இருக்கிறோம். God wants we should have that diligent all the aspects of our life. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ ജാഗ്രത വേണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. நம்முடைய ஜீவியத்தின் எல்லா பகுதிகளிலும் அந்த ஜாக்கிரதை காணப்பட வேண்டும் என்று தேவன் விரும்புகிறார். If every day we practice that carefulness or diligence in every aspect, then only we can have diligence in keeping us in peace and blameless and spotless at the coming of the Lord. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും ഈ ജാഗ്രത പാലിക്കുന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ കറയും ചുളുക്കവും ഇല്ലാത്തവരായിട്ട് സമാധാനത്തോടെ നമ്മെ തന്നെ സൂക്ഷിപ്പാൻ കഴിയും. நம்முடைய ஜீவிதத்தில் ஒவ்வொரு நாளும் எல்லா காரியத்திலும் ஜாக்கிரதையும் கவனமுமாக நாம் இருப்போமே என்றால் மட்டுமே தான் கர்த்தருடைய வருகையிலே கரையற்றவர்களும் பிழையற்றவர்களும் சமாதானத்தோடையும் நாம் காணப்பட முடியும். We had a chief pastor called Pastor S.P. Ernest. പാസ്റ്റർ SP Ernest എന്ന ഒരു ചീഫ് പാസ്റ്റർ നമുക്കുണ്ടായിരുന്നു. நமக்கு பாஸ்டர் SP Ernest என்று சொல்லதான ஒரு தலைமை பாஸ்டர் இருந்தார்கள். He used to say, if you are ready to go to be found at the coming of the Lord today, then only you will be ready tomorrow also. അദ്ദേഹം ഇപ്രകാരം പറയുമായിരുന്നു, കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഇന്ന് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നാളെ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടുവാൻ ഗുണം ഒരുങ്ങുകയുള്ളൂ. ஆண்டவருடைய வருகைக்கு எடுத்துக்கொள்ளப்படும்படி நீங்கள் இன்றைக்கு ஆயத்தமாக இருந்தால்தான் நாளைக்கு எடுத்துக்கொள்ளப்படும்படி ஆயத்தமாவீர்கள் என்று அவர்கள் சொல்லுவார்கள். If you say I will be ready at the coming of the Lord, you will never be caught up. He used to say. കർത്താവിന്റെ വരവെങ്കിൽ ഞാൻ എടുത്തുകൊള്ളപ്പെടുവാൻ ഒരുങ്ങിക്കൊള്ളാം എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രകാരം ഒരുങ്ങുകയില്ല എന്ന് താൻ പറയുമായിരുന്നു. கர்த்தருடைய வருகையில் எடுத்துக்கொள்ளப்பட நான் ஆயத்தமாகி விடுவேன் என்று நீங்கள் சொன்னால் ஒருபோதும் ஆயத்தமாக மாட்டீர்கள் என்று சொல்லுவார். So everything we have to practice, bring it into our experience now itself. Then only that will exist in our life at the coming of the Lord also, to be caught up. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കിക്കൊള്ളണം, അതിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ നാം എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. அப்படியாக ஒவ்வொரு காரியத்தையும் நம்முடைய ஜீவிதத்தில் இப்போதுதானே பயிற்சித்து அனுபவித்துக் கொள்ள வேண்டும். அப்போதுதான் அவைகள் எல்லாம் நம்முடைய ஜீவிதத்தில் நிலைநிற்கவும் கர்த்தருடைய வருகையில் நாம் காணப்படவும் செய்வோம். Read Exodus chapter 15 verse 26. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം ദയവായി വായിച്ചാട്ടെ. யாத்திராகமம் 15-ാം அதிகாரம் 26-ാം വചനത്തെ വാസിപ്പോം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. And said, if thou wilt diligently hearken to the voice of the Lord thy God, and will do that which is right in his sight, and will give ear to his commandments, and keep all his statutes, I will put none of these diseases upon thee, which I have brought upon the Egyptians, for I am the Lord that healeth thee. This is the first promise of the divine healing given to the people of God in wilderness. മരുഭൂമിയിൽ ദൈവജനത്തിന് ദൈവം നൽകിയതായ സൗഖ്യത്തിനായിട്ട് നൽകിയതായ ആദ്യത്തെ വാഗ്ദത്തമാകുന്നു ഇത്. വനാന്തരത്തിലെ ദൈവജനങ്ങൾക്ക് ദൈവിക സുഖത്തിற்கென்று കൊടുക്കപ്പെട്ട முதல் വാഗ്ദത്തം ഇതുവേ. But with a condition only God gave this promise. എങ്കിലുമോ ഒരു നിബന്ധനയോടുകൂടിയാകുന്നു ദൈവം ഈ വാഗ്ദത്തം നൽകിയത്. ആനാലും ഒരു നിബന്ധനയോട് കൂടെ தான் தேவன் இந்த வாக்குத்தத்தத்தை கொடுத்தார். What condition? എന്താകുന്നു ആ വ്യവസ്ഥ? என்ன நிபந்தனை? Diligently hearken the voice of God and obey to that. ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അതിനെ നാം അനുസരിക്കണം. தேவனுடைய வார்த்தை அல்லது சத்தத்தை கவனமாய் அல்லது ஜாக்கிரதையாக கேட்டு அதற்கு கீழ்ப்படிய வேண்டும். Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். So God may speak to us through prophecies, through messages, and through the revelations, through the dreams, through the visions, through any other medias. Whenever we hear the voice of God, we should hear that diligently. Then only Lord will not permit
Egyptian sickness unto us. If anything comes, then also Lord will be our healer. ദൈവം നമ്മോട് പ്രവചനങ്ങൾ മൂലമായി, ദൂതുകൾ മൂലമായിട്ട്, പ്രസംഗങ്ങൾ മൂലമായി, സ്വപ്നങ്ങളും ദർശനങ്ങളും അപ്രകാരം വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചേക്കാം. എങ്കിലുമോ നാം അതിനെ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ കേട്ട് അതിനെ അനുസരിക്കുമെങ്കിൽ ഈ മിസ്രൈമ്യർക്ക് വരുത്തിയതായ വ്യാധി രോഗങ്ങൾ ഒന്നും തന്നെ ദൈവം നമുക്ക് വരുത്തുകയില്ല. ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാലോ നമ്മുടെ ദൈവം നമ്മെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. നമ്മുടെ தேவன் தீர்க்கதரிசனம் மூலமாக, தூது மூலமாக, வெளிப்படுத்தல் மூலமாக, தரிசனங்கள், சொப்பனங்கள், வேறு எந்த விதத்தின் மூலமாக தேவன் நம்மோடு பேசலாம். அவருடைய சத்தம் நம்மிடத்தில் வரும்போதெல்லாம் நாம் ஜாக்கிரதையோடு அதை நாம் கேட்டு நாம் அதை கீழ்ப்படைய வேண்டும். அப்போதுதான் எகிப்தியருக்கு வரப்பண்ணினான் வியாதி ஒன்றும் நம்மிடத்தில் வராமல் இருக்கும். அப்படியே வந்தாலும் தேவன் நம்முடைய பரிகாரியாக இருப்பார். Samuel was a small boy, but he said unto God, Lord, say thou, thy servant heareth. Master, speak, thy servant heareth. And he heard, and afterwards Eli told Samuel, tell whatever God told unto me, without deleting any word. He said so. He also said like that. ശമൂവേൽ ചെറിയൊരു ബാലനായിരുന്നു. അവൻ യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് ഇപ്രകാരം പറഞ്ഞു, യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഇപ്രകാരം പറഞ്ഞപ്പോൾ കർത്താവ് ശമൂവേലിനോട് സംസാരിക്കുകയും അതിനുശേഷമായിട്ട് ഏലി പുരോഹിതൻ ശമൂവേലിനോട് പറഞ്ഞു, ഒന്നും മറച്ചു വെക്കാതെ വണ്ണം എല്ലാം എന്നോട് നീ പറയണം എന്ന് പറഞ്ഞപ്പോൾ ശമൂവേൽ ഒന്നും മറച്ചു വെക്കാതെ സകലവും അവനെ അറിയിച്ചു. சாமுவேல் ஒரு சிறு பிள்ளையாக இருந்த வேளையிலும் கூட கர்த்தருடைய சமூகத்திலே, ஆண்டவரே நீர் சொல்லும், அடியேன் கேட்கிறேன் என்று சொன்னார். அதே விதத்தில் தேவன் அவரோடு பேசின எல்லாவற்றையும் கவனமாக ஜாக்கிரதையாக கேட்டார். ஏலி மறைத்து வைக்காமல் எல்லாவற்றையும் எனக்கு சொல்ல வேண்டும் என்று சொன்ன வேளையிலும் கூட ஒன்றையும் மறைத்து வைக்காமல் மிக தெளிவாக எல்லாவற்றையும் சொன்னார். Don't leave any word. ഒരു വചനവും വിട്ടുകളയരുത്. ഒരു വാക്കും വിട്ടുകളയരുത്. ஒரு வார்த்தையும் கூட விட்டுவிட வேண்டாம். A word, Lord say a word, that is enough. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ദൈവമേ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഒരു വാക്ക്, one word. ഒരു വാക്ക് മതി. ஆண்டவரே நீர் ஒரு வார்த்தை பேசினாலும் போதும். Don't leave a word. Give diligence to hear every word. ഒരു വാക്ക് പോലും വിട്ടുകളയരുത്. ഓരോ വാക്കിനും ശ്രദ്ധയോടെ ജാഗ്രതയോടെ കാണപ്പെടണം. ஒரு வார்த்தையும் கூட விட்டுவிட வேண்டாம். ஒவ்வொரு வார்த்தையும் கேட்கும்படி ஜாக்கிரதையாயிருங்கள். Jesus said to Martha, Martha, have I not told you that if you believe you will see the glory of God? യേശു ക്രിസ്തു മാർത്തയോട് പ്രകാരം പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. மார்த்தாளை பார்த்து கர்த்தராக இயேசு இப்படி சொன்னால், மார்த்தாளை நான் உன்னிடத்தில் சொல்லவில்லையா, நீ விசுவாசித்தால் தேவனுடைய மகிமையை காண்பாய் என்று. Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். So if you read Deuteronomy chapter 28 verse 1, ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, உபாகமம் 28-ാം அதிகாரம் 1-ാം വചനത്തെ വാസിപ്പോം என்றாൽ, if we hear his word diligently, another blessing is written. ഇത് ശ്രദ്ധയോടെ കേൾക്കുമെങ്കിൽ his word ഈ വാക്ക് ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോട് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അതിനെ അനുസരിക്കുമെങ്കിൽ അതിനുശേഷമായിട്ട് അനുഗ്രഹങ്ങളെ എഴുതിയിരിക്കുന്നു. தேவனாகிய கர்த்தருடைய வார்த்தைகளை கவனமாய் கேட்டு கீழ்ப்படிந்தால் வரப்போகிற ஆசீர்வாதங்களை இங்கு வாசிக்கிறோம். നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. And it shall come to pass, if thou shalt hearken diligently unto the voice of the Lord thy God, to observe and to do all his commandments which I command thee this day, that the Lord thy God will set thee on high above all nations of the earth. See, if you obey every word of God or the commandments, Lord will set you, or the Lord will bless you above all nations in this world. നോക്കുക, നാം ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് നാം ദൈവം നമ്മോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുമെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. பாருங்கள், கர்த்தருடைய கட்டளை அல்லது வார்த்தையின்படி எல்லாம் கவனமாய் கேட்டு அதற்கு நாம் செவி கொடுப்போம் என்றால் கர்த்தர் பூமியில் உள்ள சகல ஜாதிகளை காட்டிலும் நம்மை ஆசீர்வதிப்பார். Nowadays, how many time we are spending in mobile phone to speak with others, our friends, and this and that person, and wasting time. And if we are hearkening or waiting in the presence of God to hear the word of God and hear and do according to that,
we will be first in this world. ഈ നാളുകളിൽ നാം മൊബൈൽ മൂലമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടുമായി സംസാരിക്കുവാൻ എത്രമാത്രം നാം സമയങ്ങൾ ചെലവഴിക്കുന്നു. അതിന് പകരമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ വാക്ക് കേൾക്കുവാൻ തക്കവണ്ണം നാം കാത്തിരുന്ന സമയം ചെലവഴിക്കുമെങ്കിൽ നാം ഈ ലോകത്തിൽ സകല ജാതികളെക്കാളും ഒന്നാമതായിത്തീരും. நாம் இந்த நாட்களிலே எவ்வளவு நேரம் நம்முடைய நண்பர்கள் மற்றவர்களிடத்தில் பேசும்படியும் பல காரியங்களை செய்யும்படியும் மொபைல் போனில் செலவழிக்கிறோம். அதன் பதிலாக தேவ சமூகத்தில் காத்திருந்து தேவனுடைய வார்த்தையெல்லாம் கேட்டு கீழ்ப்படிவோம் என்றால் தேவன் எல்லா ஜனங்களை காட்டிலும் நம்மை முதன்மையாக வைப்பார். Deuteronomy 33 beginning verses 32 beginning verses, it is written that the saints are in thy feet and hear thy words and give to others. നാം ആവർത്തന പുസ്തകം 33 അധ്യായത്തിൽ ഇപ്രകാരം 33 അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിൽ 32 അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങൾ എങ്ങനെ വിശുദ്ധന്മാർ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവമക്കൾക്ക് നൽകുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിശുദ്ധന്മാർ ദൈവത്തിന്റെ ശബ്ദം കേട്ടത് അതുപോലെ ദൈവമക്കൾ കൊടുത്തത് കൊണ്ടാകുന്നു. അവരും ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടത്, സഭയെ അനുഗ്രഹിക്കപ്പെട്ടത് എല്ലാവറ്റിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ്. உபாகமம் 33 அதிகாரம் 3 வசனத்தில் உம்முடைய பரிசுத்தவான்கள் உம்முடைய பாதத்தில் விழுந்து உம்முடைய வார்த்தைகளால் போதனை அடைவார்கள் என்று வாசிக்கிறோம். அப்படியாக பரிசுத்தவான்கள் தேவனுடைய சமூகத்தில் காத்திருந்து வார்த்தைகளை பெற்றுக்கொண்டு தேவ ஜனங்களுக்கு தருகிறபடியால் தான் ஆசீர்வதிக்கப்பட்ட முதன்மையான இடத்தில் சபை இருக்கிறது. Come to Deuteronomy chapter 4 verse 9. ആവർത്തന പുസ്തകം 4 അധ്യായം 9 വാക്യത്തിലേക്ക് വരാം. உபாகமம் 4 அதிகாரம் 9 വசനത്തിലേക്ക് വരുவோம். കണ്ണാല് കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. Only take heed to thyself and keep thy soul diligently, lest thou forget the things which thine eyes have seen, and lest they depart from thy heart all the days of thy life, but teach them thy sons and thy sons' sons. Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். So if keep thy soul diligently, thus forget not the things thou had seen by your eyes which the Lord had done. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ കാര്യങ്ങൾ ഒരിക്കലും മനസ്സിൽ നിന്ന് വിട്ടുപോകാതിരിപ്പാൻ നാം സൂക്ഷിക്കണം. தேவன் செய்ததும் நம்முடைய கண்கள் கண்டதான காரியங்களை மறக்காதபடிக்கு நம்முடைய ஆத்மாவை ஜாக்கிரதையாக காத்துக்கொள்ள வேண்டும். And we have to teach them the sons and sons. അതിനെ നമ്മുടെ മക്കളോടും മക്കളുടെ മക്കളോടും ഉപദേശിച്ചു കൊടുക്കണം. അതേ നമ്മുടെ പിള്ളേകൾക്കും നമ്മുടെ പിള്ളേകളിൻ പിള്ളേകൾക്കും നാം അറിവിക്ക வேண்டும். Why God had chosen Abraham? എന്തുകൊണ്ടാകുന്നു ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്? தேவன் எதற்காக ஆபிரகாமை தெரிந்து கொண்டார்? Genesis chapter 18-19. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 19 വാക്യം. ആദിയാകമം 18 അധികാരം 19 വസനം. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. For I know him, that he will command his children and his household after him, and they shall keep the way of the Lord to do justice and judgment, that the Lord may bring upon Abraham that which he had spoken of him. God had chosen Abraham that he will commend his children and his household. They shall keep the way of the Lord and justice and judgment. യഹോവ അബ്രഹാമിനെ തിരഞ്ഞെടുത്തതിന്റെ കാരണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് തന്നെ. கர்த்தர் ஆபிரகாமுக்கு சொன்னதை நிறைவேற்றும்படியாக தன்னுடைய பிள்ளைகளுக்கும் தன்னுடைய குடும்பத்தாருக்கும் அதை சொல்லி அதை நீதியும் நியாயத்தையும் செய்வார் என்று எண்ணி அறிந்து தேவன் ஆபிரகாமை அழைத்தார். Why God has chosen you? എന്തിനു വേണ്ടിയാകുന്നു ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്? எதற்காக தேவன் உங்களை தெரிந்து கொண்டார்? You will teach the word of God, teach the doctrines to your children and to children. That's why God has chosen you. Are you doing like that? നിങ്ങളുടെ ദൈവവചനവും ദൈവത്തിന്റെ ഉപദേശങ്ങളും നിങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും കൽപ്പിച്ചു കൊടുക്കേണ്ടതിനായിട്ടാകുന്നു ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? உங்கள் பிள்ளைகளுக்கும் பிள்ளைகளின் பிள்ளைகளுக்கும் தேவனுடைய வசனத்தையும் உபதேசத்தையும் போதிக்கும்படியாகவே தேவன் தெரிந்து கொண்டார். நீங்கள் அப்படி செய்கிறீர்களா? Diligent to teach these things
not to forget and to teach to your children. ഇവയെ മറന്നുപോകാതെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ തക്കോണം ജാഗ്രതയോടെ ആയിരിക്കുക. இவைகளை மறக்காமல் உங்கள் பிள்ளைகளுக்கு எல்லாம் சொல்லிக் கொடுக்கும்படி நீங்கள் ஜாக்கிரதையாயிருங்கள். Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். So Deuteronomy chapter 11 verse 22. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 22-ാം വാക്യം. உபாகமம் 11-ாம் அதிகாரம் 22-ாம் வசனம். For if ye shall diligently keep all these commandments which I command you, to do them, to love the Lord your God, to walk in all his ways, and to cleave unto him. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെ ദേശം നിങ്ങൾ കൈവശമാക്കും. ശരി. If ye shall diligently keep all these commandments which I commanded you, and do them, love the Lord, walk in his ways, and cleave unto him, then Lord will chase out all your enemies. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതായ ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ച് അതിനെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും എല്ലാ വഴികളിലും നടക്കുകയും യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ സകല ശത്രുക്കളെയും ദൈവം പുറത്താക്കും. உங்கள் தேவனாகிய கர்த்தரிடத்தில் அன்பு கூர்ந்து அவர் வழிகளெல்லாம் நடந்து அவரை பற்றி கொண்டிருக்கும்படி நான் உங்களுக்கு செய்ய கற்பிக்கிற இந்த கற்பனைகள் எல்லாம் ஜாக்கிரதையாய் கைக்கொள்வீர்கள் என்றால் கர்த்தர் உங்கள் சத்துருக்களை எல்லாம் துரத்தி விடுவார். We should not delete anything, we should not add anything, we should not destroy anything, we should not forget anything. We have to diligently keep every commandment of God. നാം ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ മറന്നുപോകുകയോ ഒന്നും തന്നെ നാം അഗണ്യമാക്കുകയോ ചെയ്യരുത്. നാം അതിനെ ജാഗ്രതയോടെ പാലിക്കുവാൻ തക്കോണം ജാഗ്രത പാലിക്കണം. நாம் ஒன்றையும் கூட்டவோ குறைக்கவோ அழித்து போடவோ மறந்து போடவோ கூடாது. மாறாக ஜாக்கிரதையாக தேவனுடைய எல்லா கட்டளைகளுக்கும் நாம் கீழ்ப்படிய வேண்டும். If we obey the commandment, what would be the benefit? യഹോവയുടെ കൽപ്പനകളെ നാം അനുസരിക്കുമെങ്കിൽ എന്താകുന്നു അതിന്റെ പ്രയോജനം? கற்பனைகளுக்கு கீழ்ப்படிந்தால் அதன் பயன் என்ன? That is written in Psalm 19 verse 8. 19-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. 19-ാം സംഗീതം 8-ാം വസനത്തിൽ അത് എഴുതിയിരിക്കുന്നത്. The commandment of the Lord is pure, enlightening the eyes. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. கர்த்தருடைய கற்பனை தூய்மையும் கண்களை தெளிவிக்கிறதுமாய் இருக்கிறது. Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். So diligence, don't forget this word. Day and night, from morning to night, diligence. ഈ ജാഗ്രത എന്ന വാക്ക് ഒരിക്കലും മറന്നുപോകരുത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും ജാഗ്രതയോടെ ഇരിക്കുക. இந்த ஜாக்கிரதை என்கிறதான வார்த்தை நீங்கள் மறந்து போக வேண்டாம். இரவும் பகலும் ஒவ்வொரு நாளும் நீங்கள் ஜாக்கிரதையாக இருக்க வேண்டும். Speak with diligence, think with diligence, give with diligence, buy with diligence, walk with diligence, lay down with diligence, sleep with diligence, wake up with diligence, do everything with diligence. ജാഗ്രതയോടുകൂടെ സംസാരിക്കുക, ജാഗ്രതയോടുകൂടെ ചിന്തിക്കുക, ജാഗ്രതയോടുകൂടെ വാങ്ങിക്കുക, ജാഗ്രതയോടുകൂടെ കൊടുക്കുക, ജാഗ്രതയോടുകൂടെ കിടക്കുക, ഇരിക്കുക, എഴുന്നേൽക്കുക, അപ്രകാരം സകലവും നിങ്ങൾ ജാഗ്രതയോടെ മാത്രം ചെയ്യുക. ஜாக்கிரதையோடு கூட சிந்தியுங்கள், பேசுங்கள், வாங்குங்கள், கொடுங்கள், அப்படியாக தூங்குங்கள், எழுந்திருங்கள், எல்லா காரியத்தையும் ஜாக்கிரதையுடனே செய்யுங்கள். Read Proverbs 27 verse 23. സദൃശവാക്യങ്ങൾ 27-ാം അധ്യായം 23-ാം വാക്യം വായിക്കാം. നീതിമൊഴികൾ 27-ാം അധികാരം 23-ാം വസനത്തെ വാസിപ്പോം. നിന്റെ ആടുകളുടെ അവസ്ഥ അറിവാൻ ജാഗ്രതയായിരിക്കുക, നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വെക്കുക. Be thou diligent to know the state of thy flocks, and look well to thy herds. Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். We have to give diligence to know the state of the flock. നമ്മുടെ കന്നുകാലികളുടെ അവസ്ഥ ആടുകളുടെ അവസ്ഥ അറിവാൻ ജാഗ്രതയായിരിക്കണം. நம்முடைய ஆடுகளின் நிலைமையை அறிந்து கொள்ள ஜாக்கிரதையாக இருக்க வேண்டும். This flock means the Sunday school children and the believers and the people of God whom Lord has given in our hand. ഈ ആടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ ദൈവം നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്ന ദൈവജനം. ആടുകൾ എന്ന് சொன்னால் സൺഡേ സ്കൂൾ പിള്ളേകൾ, വിശ്വാസികൾ, ദൈവ ജനങ്ങളെ ദൈവം നമ്മുടെ കരത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ദൈവജനങ്ങൾ. About everyone
we should know. Then only we can give correct food, we can give warning, we can teach, we can preach, we can pray, we can do everything. ഓരോരുത്തരെയും നാം നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ അവരെ പോഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. നല്ല രീതിയിൽ അവരെ ഉപദേശിപ്പിക്കുവാനും അവരെ താക്കീത് ചെയ്യുവാനും മുന്നറിയിപ്പ് കൊടുക്കുവാനും ഒക്കെയും കഴിയുകയുള്ളൂ. சரியான விதத்தில் நாம் எல்லாவற்றையும் அறிந்திருக்க வேண்டும், எல்லாரையும் அறிந்திருக்க வேண்டும். அப்படி என்றால் தான் சரியான விதத்தில் நாம் அவரை போஷிக்கவும், பிரசங்கிக்கவும், எச்சரிக்கவும், ஜெபிக்கவும் முடியும். നിൻ വിചാരണയിലെ ആട്ടിൻകൂട്ടം മുഴുവനും ദുഷ്ടജന്തു തൊട്ടിടാതെ ജാഗരിച്ചു കാത്തുകൾ. നിൻ വിചാരണയിലെ ആട്ടിൻകൂട്ടം മുഴുവനും ദുഷ്ടജന്തു തൊട്ടിടാതെ ജാഗരിച്ചു കാത്തുകൾ. ഹല്ലേലൂയ. Praise be to God. தேவனுக்கு ஸ்தோத்திரம். So, if you give diligence to your flock, whether small ministry or big ministry or anything, surely Lord will give more ministry in the hand. ആടുകളെ അറിവാൻ തക്കവണ്ണം നാം ജാഗ്രതയോടെ ആയിരിക്കുന്നുവെങ്കിൽ അതൊരു പക്ഷേ ചെറിയ കൂട്ടമായിരിക്കാം, വലിയ കൂട്ടമായിരിക്കാം. ഏതായിരുന്നാലും നാം അപ്രകാരം ജാഗ്രതയോടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വലിയ ശുശ്രൂഷകൾ നൽകിത്തരും. சிறு ஊழியமோ பெரிய ஊழியமோ எதுவாக இருந்தாலும் நம்முடைய ஆடுகளின் மேல் நாம் கவனமா இருப்போம் என்றால், ஜாக்கிரதையா இருப்போம் என்றால் தேவன் பெரிய ஊழியத்தை தருவார். Praise be to God. தேவனுக்கு ஸ்தோத்திரம். So diligence is very important. അതുകൊണ്ട് ജാഗ്രത എന്നത് അത്യന്താപേക്ഷിതമാകുന്നു. ஆகவே ஜாக்கிரதை மிக முக்கியமானதாகும். We should not have carelessness in anything in our life. നമ്മുടെ ജീവിതത്തിന്റെ ഒരു കാര്യങ്ങളിലും നാം ശ്രദ്ധയില്ലായ്മ കാണിക്കരുത്. നമ്മുടെ ജീവിതത്തിന് എന്ത് കാര്യത്തിലും ഗവനക്കുറവ് നമുക്ക് இருக்கக்கூடாது. If you read Luke chapter 15 verse 8, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാൽ, ലൂക്ക 15-ാം അധികാരം 8-ാം വചനത്തെ വാസിപ്പോം என்றால், Either what woman having 10 pieces of silver, if she lose one piece, doth not light a candle and sweep the house and seek diligently till she find it? അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? So, as we all know, a woman lost one piece of silver out of 10. നാം ഏവരും അറിഞ്ഞിരിക്കുന്നത് പോലെ ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിൽ ഒന്ന് കാണാതെ പോയി. நாம் அறிந்திருக்கிற வண்ணமாக ஒரு ஸ்திரீ 10 வெள்ளிக்காசுகள் உடையவளா இருந்து அதில் ஒன்றை காணாமல் இழந்து விட்டாள். She will not satisfy with the 9 that one only I lost, I have 9, so no need to seek the other one, let me have 9, that is enough. അവൾ 9 ദ്രഹ്മ ബാക്കിയുള്ളത് കൊണ്ട് തൃപ്തി അടഞ്ഞിരിക്കുകയില്ല. എനിക്കിപ്പോൾ 9 ഉണ്ടല്ലോ, ഒന്ന് കാണാതെ പോയാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അപ്രകാരം ഇരിക്കയില്ല. ஒன்று காணாமல் போனாலும் என்னிடத்தில் 9 இருக்கிறதே என்று சொல்லி திருப்தி அடையாமல், அப்படி ஜாக்கிரதை இல்லாமல் அவர் இருக்க மாட்டாள். I have holiness, I have prayer life, I have faith, I have hope, I have humility, I have all these things. If I have lost at least one thing, seal, SETAL, no problem, I have all other things. She will not satisfy like that. എനിക്ക് വിശുദ്ധ ജീവിതമുണ്ട്, വിശ്വാസ ജീവിതമുണ്ട്, പ്രാർത്ഥനാ ജീവിതമുണ്ട്, താഴ്മയുണ്ട്, അപ്രകാരം എല്ലാ കാര്യങ്ങളുമുണ്ട്. എനിക്ക് തീക്ഷ്ണത മാത്രമില്ല, അത് സാരമില്ല, അത് നഷ്ടപ്പെട്ടു പോയി, അതെന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞ് നാം ഇരിക്കരുത്. നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ഇതുകൊണ്ട് എനിക്ക് മതി എന്ന് തൃപ്തിപ്പെട്ട അവൾ ഇരിക്കുകയില്ല. எனக்கு பரிசுத்தம் இருக்கிறது, ஜெபஜீவியம் இருக்கிறது, விசுவாசம், நம்பிக்கை, இவைகள் எல்லாம் என்னிடத்தில் இருக்கிறது, தாழ்மை இருக்கிறது, ஆனால் வைராக்கியம் மட்டும் என்னுடைய ஜீவிதத்தில் இழந்து போய்விட்டது. ஆகையால் இந்த 5 காரியத்தினால் நான் திருப்தியா இருப்பேன் என்று அவள் இருக்க மாட்டாள். Jesus said, യേശു തിരുവായി മൊഴിഞ്ഞു, യേശു இப்படி சொன்னார், if she lose one piece, doth not light a candle and sweep the house and seek diligently till she find it. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? ഒരു വെള്ളിക്കാശ് കാണാமல் போனால் விளக்கை கொளுத்தி வீட்டை பெருக்கி அதை கண்டுபிடிக்கும் வரைக்கும் ஜாக்கிரதையா தேடாமல் இருப்பாளோ? What about your life? നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എപ്രകാരം? உங்கள் ஜீவிதத்தை குறித்து எப்படி? If anything you lose in your house, you are unable to see,
oh, no problem, I have all other things, will you satisfy like that? നിങ്ങളുടെ ഭവനത്തിൽ എന്തെങ്കിലും കാണാതെ പോയാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുമോ? உங்கள் ஜீவிதத்தில் ஏதாவது காரியம் காணாமல் போகுமே என்றால் எனக்கு மற்ற காரியங்கள் இருக்கிறதே என்று சொல்லி நீங்கள் திருப்தியாக இருப்பீர்களோ? We should not be like that. നാം അപ്രകാരമായിരിക്കരുത്. நாம் அப்படி இருக்க கூடாது. Because we are in this world, we are in the family, we are working in the world. Sometimes the best things, best gift, best fruit Lord has given may we lose. There are many chances to lose. നാം ഈ ലോകത്തിലായിരിക്കുന്നു, നാം കുടുംബത്തിലായിരിക്കുന്നു, ലോകത്തിൽ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഉത്തമമായ കാര്യങ്ങൾ, ആ ഉത്തമമായ കനികൾ, ഉത്തമമായ വരങ്ങൾ ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് അനവധി അവസരങ്ങളുണ്ട്. நாம் இந்த உலகத்தில் இருக்கிறோம், குடும்பத்தில் இருக்கிறோம், உலகத்தில் வேலை செய்கிறோம். ஆகவே தேவன் நமக்கு தந்திருக்கிறதான மிக சிறந்ததான காரியங்கள், சிறந்ததான வரங்கள், சிறந்ததான கனிகளை நாம் இழந்துவிட பல வாய்ப்புகள் உண்டு. But we should not leave that. No problem, I have all other thing, only one thing I lose. You have to be in the presence of God, and you have to pray and fast and shed tears, stand on your knee, and whatever you have to do till you receive that back from God. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കാണാതെ പോയാൽ അത് സാരമില്ല, ഒന്നേ പോയുള്ളല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയില്ലാതെ ഇരിക്കരുത്. അതിന് പകരമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിട്ട് നിങ്ങളെ തന്നെ താഴ്ത്തി മുട്ടിന്മേൽ നിന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കി ദൈവത്തോട് നിലവിളിച്ച് അത് തിരികെ ലഭിക്കുമ്പോഴും എന്തെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുമോ അതൊക്കെയും ചെയ്ത് അതിനെ തിരികെ പ്രാപിക്കണം. அப்படியாக ஏதாவது காரியம் உங்கள் ஜீவிதத்தில் இழந்து போவீர்கள் என்றால் மற்ற காரியங்கள் எல்லாம் இருக்கிறதே ஒன்று பிரச்சனை இல்லை என்று சொல்லி நிர்விசாரமாய் இருந்துவிடக் கூடாது. மாறாக தேவ சமூகத்துக்கு சென்று முழங்கால் படியிட்டு உபவாசித்து ஜெபித்து கண்ணீர் சிந்தி என்னெல்லாம் காரியம் செய்ய முடியுமோ செய்து தேவனுடைய கருத்திலிருந்து அந்த காரியத்தை பெற்றுக்கொள்ளத்தான் வேண்டும். Hallelujah. Ephesus church had all things, only one, that was first love. Jesus said, you left the first love, you find out where you have fallen and receive that back, otherwise you will not be caught up. എഫെസോസ് സഭയെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവർക്ക് എല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം മാത്രം അവരെക്കുറിച്ച് പറവാനുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രകാരം പറഞ്ഞു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ല എങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുകയില്ല. எபேசு சபைக்கு எல்லா காரியங்களும் காணப்பட்டது. ஒரே ஒரு குறை, அதாவது ஆதியில் கொண்டிருந்த அன்பு இல்லாத ஒரே ஒரு குறை இருந்தது. தேவன் இப்படி சொல்லுகிறார், நீ இன்ன நிலைமையிலிருந்து விழுந்தா என்பதை நினைத்து மனம் திரும்பி அதை திரும்பி அந்த ஸ்தானத்திற்கு திரும்பி வா, இல்லாவிட்டால் எடுத்துக்கொள்ளப்பட மாட்டாய். Beloved child of God, in your first love, in your first salvation time, in your first anointed time, you might have received many things from God. If you lose anything in these days, diligently seek, pray and receive back, so that you may be perfected and be found at the coming of the Lord. പ്രിയ ദൈവവേദനയിലെ നിങ്ങളുടെ ആദ്യ സ്നേഹത്തിന്റെ സമയത്ത്, നിങ്ങളുടെ രക്ഷയുടെ ആദ്യ അനുഭവങ്ങളുടെ കാലങ്ങളിൽ, നിങ്ങൾ അഭിഷേകം പ്രാപിച്ച നാളുകളിൽ നിങ്ങൾക്ക് അനേകവിധമായ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പരിശോധിച്ച് വീണ്ടുമായിട്ട് അത് പ്രാപിച്ചുകൊള്ളുക. അങ്ങനെ കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടേണ്ടതിനായിട്ട് നിങ്ങൾ അപ്രകാരം മടക്കി യഥാസ്ഥാനപ്പെട്ടുകൊള്ളുക. அருமையான தேவப்பிள்ளையே, உங்களுடைய ஆதி அன்பு நாட்களிலே, ஆதி விசுவாச நாட்களிலே, ரட்சிக்கப்பட்ட நாட்களிலே, பரிசுத்தாவின் அபிஷேகத்தை பெற்ற நாட்களிலே என்னெல்லாம் அனுபவங்களுக்கு உண்டாயிருந்ததோ அதில் ஏதாவது ஒப்புது இல்லாமல் இருக்குமே என்றால் தயவுசெய்து தேவசமூகத்தில் காத்திருந்து அதை பெற்றுக்கொள்ளுங்கள். அப்படி என்றால் பூர்ணப்பட்டு தேவனுடைய ராஜ்யத்தில் எடுத்துக்கொள்ளப்படுவீர்கள். Read Hebrew chapter 11 verse 6. എബ്രായ ലേഖനം 11 അധ്യായം 6 വാക്യം ദയവായി വായിക്കാം. എബ്രായർ 11 അധ്യായം 6 വചനത്തെ വാസിപ്പോം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. But without faith it is impossible to please him, for he that cometh to God must believe that he is, and that he is a rewarder of them that diligently seek him. In Malayalam the diligent word is not there. മലയാളത്തിൽ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്ന പദമില്ല. മലയാളത്തിലും തമിഴിലും ജാഗ്രതയായി തേടുന്നവർ എന്നതാണ് വാർത്ത ഇല്ല. So for he that cometh to God must believe that he is, and that he is the rewarder of them
that diligently seek him. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലേ. தேவனிடத்தில் சேருகிறவர் அவர் உண்டென்றும் அவர் தம்மை ஜாக்கிரதையாய் தேடுகிறவர்களுக்கு பலன் அளிக்கிறவர் என்றும் விசுவாசிக்க வேண்டும். If you seek God, seek him diligently. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ജാഗ്രതയോടെ അന്വേഷിക്കുക. நீங்கள் தேவனை தேடினால் ஜாக்கிரதையோடு அவரை தேடுங்கள். If you seek diligently with whole heart, whole mind, whole attention, whole conscience, seek him. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ, നിങ്ങൾ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ബലത്തോടെ you seek God. நீங்கள் தேவனை தேடுவீர்கள் என்றால் ஜாக்கிரதையுடனும் முழு மனத்தோடும், முழு இதயத்தோடும், முழு ஆத்மாவோடும், முழு பலத்தோடும் தேவனை தேடுங்கள். Seek him early in the morning. രാവിലെ സമയം തന്നെ, അതിരാവിലെ നിങ്ങൾ അവനെ തേടുക. அதிகாலை வேளையிலே அவரை தேடுங்கள். Morning seek, noon seek, night seek, midnight seek. Whenever you get time, you seek diligently God. രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും അർദ്ധരാത്രിയിലും നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം ലഭിക്കുന്നുവോ അപ്പോഴൊക്കെയും ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുക. அதிகாலை வேளையிலும், அந்தி சந்தி மத்தியான நடு இரவு வேளையிலும், எப்போதெல்லாம் நேரம் கிடைக்குமோ நீங்கள் ஜாக்கிரதையுடன் தேவனை தேடிக்கொண்டே இருங்கள். Bible says that young lions do lack many things. They that seek the Lord will lack nothing. ദൈവവചനം പറയുന്നു, ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ യാതൊരു നന്മയ്ക്കും കുറവുണ്ടാകയില്ല. வேதம் சொல்லுகிறது, சிங்க குட்டிகள் பசியடைந்து தாழ்ச்சியாய் இருக்கும், தேவனை தேடுகிறவர்களுக்கோ ஒரு நன்மையும் குறை வராது. Hallelujah. Before going to study your studies, your lessons, seek God. Before going out, seek God. Before starting anything, seek God. Before eating, seek God. Seek God diligently day and night. നിങ്ങൾ പഠിക്കുവാൻ നിങ്ങളുടെ പാഠങ്ങളെ പഠിക്കുന്നതിന് മുൻപായിട്ട് ദൈവത്തെ അന്വേഷിപ്പിൻ. നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുൻപായിട്ട് ദൈവത്തെ അന്വേഷിപ്പിൻ. നിങ്ങൾ ഭക്ഷിക്കുന്നതിന് മുൻപായിട്ട് ദൈവത്തെ അന്വേഷിപ്പിൻ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാൻ പോകുന്നതിന് മുൻപായിട്ട് ദൈവത്തെ അന്വേഷിപ്പിൻ. രാവും പകലും നിങ്ങൾ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിപ്പിൻ. நீங்கள் உங்கள் பாடங்களை படிப்பதற்கு முன்பாகவும், வெளியே போவதற்கு முன்பாகவும், புசிப்பதற்கு முன்பாகவும், ஏதாவது காரியத்தை செய்வதற்கு முன்பாகவும் தேவனை தேடுங்கள். இரவும் பகலும் எப்போதும் ஜாக்கிரதையுடனே தேவனை தேடிக்கொண்டே இருங்கள். If you seek diligently, he will be best rewarder to you. നിങ്ങൾ ജാഗ്രതയോടുകൂടെ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങൾക്ക് ഉത്തമമായ പ്രതിഫലം നൽകുന്നവനായിരിക്കും. நீங்கள் ஜாக்கிரதையோடு கூட தேவனை தேடுவீர்கள் என்றால் அவர் நல்ல சிறந்த பலனை உங்களுக்கு தருவார். In this world and also world to come. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും, இந்த உலகத்திலும் வரப்போகிற உலகத்திலும் தருவார். Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவனுக்கு ஸ்தோத்திரம். Diligence. Don't leave this character experience from your life. Practice this 24 hours. ജാഗ്രത എന്നതായ ഈ സ്വഭാവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. എല്ലായ്പ്പോഴും നിങ്ങളുടെ ആയുഷ്കാല നാളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ അഭ്യസിക്കുക. இந்த ஜாக்கிரதை என்கிறதான இந்த அனுபவத்தை, இந்த சுபாவத்தை உங்கள் ஜீவத்தில் ஒருபோதும் விட்டுவிட வேண்டாம். உங்கள் ஜீவ நாட்கள் முழுவதும் 24 மணி நேரமும் இதை பயிற்சித்துக் கொண்டே இருங்கள். Proverb 12 verse 24. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 24-ാം വാക്യം. நீதிமொழிகள் 12-ாம் அதிகாரம் 24-ாம் வசனம். ஜாக்கிரதையுள்ளவர்களுடைய கை ஆளுகை செய்யும், ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും. The hand of the diligent shall bear rule. So if you are having diligence, you will become a ruler. ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഒരു അധികാരിയായി തീരും. ஆகவே நம்முடைய ஜீவிதத்தில் ஜாக்கிரதை உள்ளவர்களாக இருப்போம் என்றால் நாம் அதிகாரி அல்லது ஆளுகை செய்கிறவர்களாக இருப்போம். We can have rule over our own body. നമുക്ക് നമ്മുടെ സ്വന്തം ശരീരത്തിന്മേൽ നമുക്ക് ഒരു വാഴ്ചയുണ്ടാകും. நம்முடைய சொந்த சரீரத்தின்மேல் ஒரு ஆளுகை இருக்கும். And we can rule over every member of our party, members. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവത്തെയും നമുക്ക് തന്നെ നിയന്ത്രിപ്പാൻ കഴിയും. நம்முடைய சொந்த சரீரத்தின் ஒவ்வொரு அவயவத்தின் மேலும் நாம் ஆளுகை செய்யலாம். We will have rule over all powers. എല്ലാ ശക്തികളുടെ മേലും നമുക്ക് കർത്തൃത്വം ഉണ്ടായിരിക്കും. எல்லா வல்லமைகளின் மேலும் நமக்கு ஆளுகை உண்டாகும். Eternity also we will be, if we are having this diligence, we will be rulers, or God will make us rule
over many things. ഈ ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിത്യതയിലും ദൈവം നമ്മെ വാഴ്ച ചെയ്യുന്നവരാക്കി തീർക്കും. അനേക കാര്യങ്ങൾക്ക് മേൽ ദൈവം നമ്മെ അധികാരിയാക്കി വെക്കും. நாம் இந்த ஜாக்கிரதை என்கிறதான காரியம் நம்முடைய ஜீவிதத்தில் இருக்கும் என்றால் நித்தியத்திலும் கூட பல காரியங்களுக்கு மேல் தேவன் நம்மை ஆளுகை செய்கிறவர்களாக நியமிப்பார். Praise be to God. ദൈവത്തിന് ஸ்தோத்திரம். One more verse I will take and finish. ഒരു വാക്യം കൂടെ എടുത്തതിന് ശേഷം അവസാനിപ്പിക്കട്ടെ. ஒரு வாசனம் கூட சொல்லி நான் முடிக்கிறேன். Proverbs 22 verse 29. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 29-ാം വാക്യം. നീതിമൊഴികൾ 22-29 വചനം. പ്രവൃത്തിയിൽ സാമർത്ഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ, അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും. Seest thou a man diligent in his business? He shall stand before kings. He shall not stand before mean men. If a person is diligent in his business, he will stand before king. ഒരു വ്യക്തി തന്റെ വ്യാപാരത്തിൽ തന്റെ പ്രവൃത്തിയിൽ ജാഗ്രതയോടെ ഇരിക്കുന്നുവെങ്കിൽ താൻ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കും. രാജാവിന് മുൻപായിട്ട് നിൽക്കും. ஒரு நபர் தன்னுடைய வேலையில் ஜாக்கிரதை உள்ளவனாய் இருப்பான் என்றால் ராஜாவுக்கு முன்பாக நிற்பான். If a person is diligent in his prayer life, he will stand before the King of Kings and Lord of Lords, God. ഒരു വ്യക്തി തന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ജാഗ്രതയോടെ ഇരിക്കുന്നുവെങ്കിൽ രാജാതിരാജാവും കർത്താതികർത്താവുമായ ദൈവത്തിനു മുൻപായി താൻ നിൽക്കും. ஒரு நபர் தன்னுடைய ஜெப ஜீவிதத்தில் ஜாக்கிரதை உள்ளவனாய் இருப்பான் என்றால் அவன் ராஜாதி ராஜாவும் தேவாதி தேவனுமாகிய தேவனுக்கு முன்பாக இருப்பான். If a person gives diligence in his holy life, he will stand before the eternal God. ഒരു വിശുദ്ധ ജീവിതത്തിന് ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ജാഗ്രതയോടെ കാണപ്പെടുന്നുവെങ്കിൽ നിത്യനായ ദൈവത്തിനു മുൻപായിട്ട് താൻ നിൽക്കും. ஒரு நபர் பரிசுத்த ஜீவியத்திற்கு ஜாக்கிரதை கொடுப்பார் என்றால் நித்திய தேவனுக்கு முன்பாக அவர் நிற்பார். Here it is written business. Business means father's business. ഇവിടെ പ്രവൃത്തി എന്ന് എഴുതിയിരിക്കുന്നു, ഇല്ലെങ്കിൽ ബിസിനസ് എന്ന് എഴുതിയിരിക്കുന്നു. അത് പിതാവിന്റെ പ്രവൃത്തിയാകുന്നു. இங்கே ஆங்கிலத்தில் பிசினஸ் என்று எழுதியிருக்கிறது. அப்படி என்று சொன்னால் பிதாவின் கிரியைகள் ஆகும். Luke chapter 2 verse 49, when Mary was seeking Christ walking towards Jerusalem, she found Jesus Christ in the synagogue. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 49-ാം വാക്യത്തിൽ മറിയ യേശുവിനെ തിരഞ്ഞുകൊണ്ട് വീണ്ടുമായിട്ട് കടന്നു വന്നപ്പോൾ ആ പള്ളിയിൽ യേശു ഇരിക്കുന്നത് കണ്ട് ലൂക്കാ 2-ാം അധ്യായം 49-ാം വചനത്തിൽ വാസിக்கிறபடி മറിയാൾ യേശുവെ തേടിക്കൊണ്ട് திரும்பி வந்த வேளையிலே அவரை ஜெப ஆலயத்திலே கண்டார்கள். And they asked Jesus, why you have done so? We have been in grief for few days because we could not see you. മറിയ യേശുവിനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. அந்த வேளையிலே மரியாள் இயேசுவை பார்த்து, மகனே, ஏன் இப்படி செய்தாய்? இதோ உன் தகப்பனும் நானும் விசாரத்தோட உம்மை தேடினோமே என்றார்கள். Do you know what Jesus replied? യേശു എന്ത് മറുപടിയാകുന്നു പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? യേശു என்ன பதில் சொன்னார்? Should I not be in my father's business? എന്റെ പിതാവിനുള്ളതിൽ, എന്റെ പിതാവിന്റെ പ്രവൃത്തിയിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? என் பிதாவுக்கு அடுத்தவைகள் அல்லது பிதாவின் கிரியைகளில் நான் இருக்க வேண்டியதில்லையோ? English read. How is it that ye sought me? Wist ye not that I must be about my father's business? Father's business. പിതാവിന്റെ പ്രവൃത്തി. പിതാവുക്ക് അടുത്ത കാര്യങ്ങൾ. Everyone has given father's business. നിങ്ങൾക്ക് എല്ലാവർക്കും പിതാവിന്റെ പ്രവൃത്തി നൽകപ്പെട്ടിരിക്കുന്നു. ഉങ്ങൾ എല്ലാവർക്കും പിതാവിൻ ക്രിയകൾ, വേലകൾ കൊടുക്കപ്പെട്ടുള്ളன. Everyone has given father's business. Small ministry, big ministry, good ministry, many ministries. എല്ലാവർക്കും പിതാവിൻ്റെതായ പ്രവൃത്തി നൽകപ്പെട്ടിരിക്കുന്നു. ചെറിയ ശുശ്രൂഷ, വലിയ ശുശ്രൂഷ, അപ്രകാരമുള്ള അനേക ശുശ്രൂഷകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ஒவ்வொருவருக்கும் பிதாவின் வேலை கொடுக்கப்பட்டுள்ளது. சிறிய ஊழியம், பெரிய ஊழியம், நன்மையான ஊழியம், அப்படிப்பட்டதான காரியங்கள் கொடுக்கப்பட்டுள்ளன. Jesus said to his mother, should I not be in my father's business? യേശു തന്റെ അമ്മയോട് ഇപ്രകാരം ചോദിക്കുന്നു, എന്റെ പിതാവിന്റെ പ്രവൃത്തിയിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? എൻ പിതാവിൻ വേലയിൽ ഞാൻ இருக்க வேண்டியதில்லையோ என்று இயேசு தன் தாயினிடத்தில் சொன்னார். Let it be your claim, your sentence, your question unto every power in this world. ഈ ലോകത്തിലുള്ള എല്ലാ ശക്തിയോടും നിങ്ങളുടെ അവകാശവാദം, നിങ്ങളുടെ വാചകം, നിങ്ങളുടെ സംസാരം അങ്ങനെ ആയിരിക്കട്ടെ. இந்த உலகத்தில் இருக்கிறதான ஒவ்வொரு வல்லமையோடும் கூட உங்கள் கேள்வியும் உங்கள் உரிமையும் உங்கள் வார்த்தையும் இதுவாகவே இருக்கட்டும். I should not be with that. I should not be with you. I should not be in that.
I should be always in my Father's business. ഞാൻ അതോടുകൂടി ഉണ്ടായിരിക്കരുത്, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കരുത്, ഈ കാര്യത്തോടുകൂടി ഉണ്ടായിരിക്കരുത്, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യേണ്ടതല്ലയോ? நான் இந்த இடத்திலோ இவர் கூடயோ அந்த நேரத்திலோ நான் இருக்கக்கூடாது, என் பிதாவின் வேலையில் நான் இருக்க வேண்டும். If you are diligent in your business, one day you will stand before the King of Kings and Lord of Lords. നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ ജാഗ്രതയോടെ നിങ്ങൾ കാണപ്പെടുന്നുവെങ്കിൽ ഒരു നാളിൽ നിങ്ങൾ കർത്താവിന്റെയും രാജാതിരാജാവിന്റെയും മുൻപാകെ നിൽക്കും. உங்கள் வேலையில் நீங்கள் ஜாக்கிரதை உள்ளவர்களாக இருப்பீர்கள் என்றால் ஒரு நாளிலே ராஜாதி ராஜாவும் கர்த்தாதி கர்த்தருக்கு முன்பாக நீங்கள் நிற்பீர்கள். We are not called to stand before any prime minister or chief minister or anybody in this world. We are called to stand before the King of Kings and Lord of Lords by keeping the diligence in our life. ഈ ലോകത്തിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിയുടെയോ മന്ത്രിയുടെയോ മുൻപിൽ നിൽക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നാം നമ്മുടെ പ്രവൃത്തിയിൽ ജാഗ്രതയുള്ളവരായിട്ട് ദൈവത്തിന് മുൻപാകെ നിൽക്കേണ്ടതിനത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. நாம் இந்த உலகத்தில் எந்த பிரதமரோ எந்த முதல்வருக்கு முன்பாக நிற்கும்படி நாம் அழைக்கப்படவில்லை. மாறாக நம்முடைய ஜீவியங்களில் ஜாக்கிரதையாக இருந்து கொண்டு ராஜாதி ராஜாவும் கர்த்தாதி கர்த்தருக்கு முன்பாக நிற்கும்படியாகவே அழைக்கப்பட்டிருக்கிறோம். If you were touched by any of these verses, close your eyes. ഈ ഏതെങ്കിലും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ ദയവായി കണ്ണുകൾ അടച്ചാട്ടെ. ஏதாவது வசனத்தினால் நீங்கள் தொடப்பட்டீர்கள் என்றால் தயவு செய்து கண்கள் அடைத்துக் கொள்ளுங்கள். You take new decision from today onwards how you are going to live out in your family, with your family members, with others in this world. പുതിയ തീരുമാനമെടുത്താട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ ഈ ലോകത്തിൽ എപ്രകാരമാകുന്നു ജീവിക്കുവാൻ പോകുന്നത് എന്ന്. உங்கள் குடும்பத்திலும் குடும்பத்தினரோடும் இந்த உலகத்திலும் இன்று முதல் எப்படி ஜீவிக்க போகிறீர்கள் என்று புதிய தீர்மானத்தை எடுத்துக்கொள்ளுங்கள். If God had spoken you through his word, give diligence to take new decision, so that surely and certainly this message will help you to stand you before King of Kings and Lord of Lords, not one day or 2 days, throughout eternity. ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ ജാഗ്രതയോടിരിക്കുക. അങ്ങനെ ആകുന്നുവെങ്കിൽ നിങ്ങൾ രാജാതിരാജാവിന്റെയും കർത്താവിന്റെയും മുൻപാകെ നിൽക്കും. ഒരു ദിവസം മാത്രമല്ല, നിത്യത മുഴുവനുമായും നിങ്ങൾ അപ്രകാരം നിൽക്കുവാനിടയാകും. ஏதாவது வசனத்தின் மூலமாக தேவன் உங்களோடு பேசியிருப்பார் என்றால் நீங்கள் புதிய தீர்மானத்தை எடுக்க ஜாக்கிரதையாருங்கள். அப்படி என்றால் நிச்சயமாகவே ராஜாதி ராஜாவும் கர்த்தாதி கர்த்தாவுக்கு முன்பாக நித்திய முழுவதுமாக நிற்பீர்கள். Bashida Kachura, Tiba Kadabara Bashida Katura, Tibara Bankada Barakara തിരുഹിതങ്ങൾ മാത്രം ചെയ്തു ജീവിപ്പാൻ കറകളങ്കമോ തെല്ലുമേശിടാതിഹേ. തിരുഹിതങ്ങൾ മാത്രം ചെയ്തു ജീവിപ്പാൻ സകല നിലവിലോ പ്രവൃത്തിയിലോ ഭക്തിയാ തരണമേ. സകല നിലവിലോ പ്രവൃത്തിയിലോ ഭക്തിയാ തരണമേ. കറുകളങ്കമോ തെല്ലുമേശിടാതിഹേ. തിരുഹിതങ്ങൾ മാത്രം ചെയ്തു ജീവിപ്പാൻ കറുകളങ്കമോ തെല്ലുമേശിടാതിഹേ. തിരുഹിതങ്ങൾ മാത്രം ചെയ്തു ജീവിപ്പാൻ സകല നിലവിലോ പ്രവൃത്തിയിലോ ഭക്തിയാ തരണമേ. സകല നിലവിലോ പ്രവൃത്തിയിലോ ഭക്തിയാ തരണമേ. സകല നിലവിലോ പ്രവൃത്തിയിലോ ഭക്തിയാ തരണമേ. സകല നിലവിലോ പ്രവൃത്തിയിലോ ദൈവഭക്തിയാ തരണമേ. Hallelujah. Arriba katura bara kada bara 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 bangara bara 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 kada bara tibara bangara bara baushina katura bara kada bara 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 kada bara katura bara bakada bara 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 tibara bakada bara 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 bakada bara katura bara kada bara baushina katura
Tibara Bakada Bada 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 Bala Bakada Bala Bala Bakada Bala 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 Bangada Bala Katura Tira Bada Bakada Bala 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 Kada Bala 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 Kada Bala 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 Kada Bala Katura Tiba Ida Bada Bangada Bada Bada Bala 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 Kada Bala Katura. Hallelujah, 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 hallelujah. Yesue Kriba, 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 Kriba. Anointing, anointing, anointing. Hallelujah, 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 hallelujah. Oh, di bakada barakada bala baushira katula tula turati bakada barabala bakada balakatula. Yes, one day we must stand before the King of Kings, not before Satan. അതെ, ഒരിക്കൽ നാം ദൈവത്തിന്റെ മുൻപാകെ രാജാതിരാജാവിന് മുൻപാകെ നാം നിൽക്കേണ്ടതാകുന്നു, പിശാചിന് മുൻപാകെ അല്ല. ഒരു നാൾ സാത്താനുக்கு മുൻപാக அல்ல, മാറാக ராஜாதி ராஜாக்கு முன்பாக நாம் நிற்க வேண்டும். That the Lord may help us to stand before him with confidence. Let us praise God. ഉറപ്പോടുകൂടെ ആ രാജാവിന് മുൻപായി നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. ധൈര്യത്തോടെ നമ്പിക്കയോടെ കൂടെ அந்த ராஜாவுக்கு முன்பாக நிற்க தேவன் உதவி செய்யும்படியாக கர்த்தரை ஸ்தோத்திரிப்போம். Praise the Lord, 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 praise the Lord. Let the Lord may help us that we may have diligence in every aspects of our life, so that we may be highly rewarded in this world and also the world to come. Let's praise God. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജാഗ്രതയോടായിരിക്കാൻ തക്കോണം, അത് മുഖാന്തരമായി ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ഉന്നതമായ പ്രതിഫലം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുവാൻ പോകുന്നതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പകുതികളിലും ജാഗ്രതയോടെ இருந்து அதன் மூலமாக இந்த உலகத்திலும் வரப்போகிற உலகத்திலும் மேன்மையான பிரதிபலனை பெற்றுக்கொள்ள தேவன் உதவி செய்யும்படியாக கர்த்தரை ஸ்தோத்திரிப்போம். Praise the Lord, 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 praise the Lord. Giving all glory to God, Father, Son and Holy Ghost, and praise God. ദൈവത്തിന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്യാം. ദേവനായ പിതാ കുമാരൻ പരിശുദ്ധാവിയനവർക്ക് എല്ലാ മഹിമയും സെലുത്തി കർത്തരെ സ്തോത്രിപ്പോം. Praise the Lord, 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 praise the Lord. കരുണാസമ്പന്നനായ ദൈവമേ, നല്ല പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഒരു സന്ധ്യാസമയം കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് ദൈവവചനത്തെ പഠിപ്പാൻ തക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്ന സമയം മുതൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനാലും സ്തോത്രം. പാട്ടുപാടി കർത്താവിൽ സന്തോഷിച്ച് ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിച്ചതിനാലും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കരുണയാൽ ഇന്നുവരെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഞങ്ങളുടെ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഒരാരും ലജ്ജിതരായി തിരികിൽ ഓരോ നിമിഷവും ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി ജീവിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കർത്താവിന്റെ കൃപയിൽ സൂക്ഷിക്കണമേ. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റി കൊടുക്കണമേ. രോഗികളായിരിക്കും കഷ്ടമനുഭവിക്കുന്നവർക്കെല്ലാം കർത്താവ് അത്ഭുതമായ വിടുതലും സൗഖ്യവും നൽകി തുടർന്ന് എല്ലാവരെയും ജയത്തോടെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയവർദ്ധനയ്ക്ക് ആവശ്യമായ സ്വർഗീയാലോചന തിരുവചനത്തോട് ഞങ്ങളെ കേൾപ്പിച്ചതിനാലും സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വരവിൽ ഞങ്ങൾ കറയും കളങ്കമില്ലാത്തവരായി സമാധാനത്തോടെ നിൽപ്പാൻ തക്കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതം ജാഗ്രതയുള്ളവരായി സൂക്ഷിപ്പാൻ തക്കൊണ്ട് ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ജാഗ്രതയുള്ളവരായി തീരുവാൻ തക്കൊണ്ട് ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആദ്യ നാളുകളിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്ന നാളിലുണ്ടായിരുന്ന ആത്മീയ ശുഷ്കാന്തി ഞങ്ങൾ പ്രാപിപ്പാൻ തക്കൊണ്ട് ഈ നാളുകളിൽ ഞങ്ങൾ ജാഗ്രതയുള്ളവരായി ആത്മീയ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കൊണ്ട് ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവിക രോഗശാന്തി പ്രാപിപ്പാൻ തക്കൊണ്ട് കർത്താവിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം ചെയ്യുവാൻ തക്കൊണ്ട് ഞങ്ങൾ ജാഗ്രതയുള്ളവരായി കാണപ്പെടുവാൻ തക്കൊണ്ട് ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗമ്യമായ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ ഉള്ളതുപോലെ അനുസരിച്ച് അതിന് പ്രകാരം ജീവിച്ച് കർത്താവെ, അങ്ങനെ ഞങ്ങൾ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കൊണ്ട് ജാഗ്രതയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ തക്കൊണ്ട് ദൈവം സഹായിക്കണമേ. ദൈവത്തിന്റെ വചനത്തെ പഠിച്ച് അത് ഞങ്ങളുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ തക്കണം ജാഗ്രതയുള്ളവരായി കാണപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ദൈവത്തെ അന്വേഷിക്കുന്നവർ കർത്താവെ, അത് ദൈവത്തിനെ അന്വേഷിക്കുവാൻ തക്കൊണ്ട് ജാഗ്രതയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രവൃത്തികൾ സാമർത്ഥ്യമുള്ളവർ രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിന്റെ വചനപ്രകാരം കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾ ജാഗ്രതയുള്ളവരായി, വിശുദ്ധ ജീവിതത്തിൽ ജാഗ്രതയുള്ളവരായി ജീവിപ്പാൻ കർത്താവെ, കർത്താവിന്റെ പ്രവൃത്തികളിൽ ഞങ്ങൾ ജാഗ്രതയുള്ള ഒരു ജീവിതം ചെയ്തുകൊണ്ട് കർത്താവെ, അങ്ങയുടെ മുമ്പിൽ നിൽപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.